ഇപ്പോൾ പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസ് ആണെങ്കിൽ അതിന്റെ എപ്പിറ്റോമിലുള്ള പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് 98-99 സീസൺ പറഞ്ഞുകൊണ്ടാണ്. ആ സീസണിൽ ട്രബിൾ അടിച്ച ടീമാണ് യുണൈറ്റഡ്. ഇപ്പൊ എന്താ പറ്റിയത്? നീണ്ട കഥയാണ് ബ്രോ. ചേഞ്ച് ഉണ്ടായിട്ടെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ടീഷർട്ട് വീട്ടിൽ കൊണ്ടുപോയി ഇറക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്പൊ പുറത്തേക്ക് ഇടാം. കഴിഞ്ഞ സീസണില് പുറത്തേക്ക് ഇറങ്ങി അടി കിട്ടുന്ന അവസ്ഥയായിരുന്നു. ഇവരാണ് മോശം എന്ന് പറയുന്നതിനേക്കാളും ഉപരി ഫുട്ബോളിലും പ്രശ്നമുണ്ട്. നമ്മൾ മുകളിലേക്ക് പോകുന്നതിനേക്കാളും ഉപരി താഴത്തേക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റിൽ പ്രശ്നങ്ങളുണ്ട്, പ്ലേയേഴ്സ് അങ്ങോട്ട് തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇവർക്ക് ഇന്റേണലി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡിന്റെ സെപ്പറേറ്റ് ടോപ്പിക്കാണ്. നമുക്ക് വേണമെങ്കിൽ 2 മണിക്കൂറും സംസാരിക്കാം. എന്താണ് ബാർസലോണ അടിക്കുന്നത്? ടോട്ടൽ ഫുട്ബോൾ. ഈ സെയിം സാധനം തന്നെയാണ് പെപ്പ ബയണിലോട്ടും കൊണ്ടുപോയത്. ഇപ്പോഴത്തെ സിറ്റി സ്ക്വാഡ് എടുത്തു പോയി കഴിഞ്ഞാൽ അത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്യണതിന്റെ മെയിൻ റീസൺ പെപ്പ് അവിടെ ഉള്ളതുകൊണ്ടാണ്. അല്ലാണ്ട് സ്ക്വാഡ് തന്നെ പെർഫോം ചെയ്യും. ഏത് മാനേജർ വന്നാലും വർക്ക് ചെയ്യുന്ന സ്ക്വാഡ് അല്ല പെപ്പിന്റെ സിസ്റ്റം. അതേപറ്റി പറയുമ്പോൾ നിലവിലെ സിസ്റ്റത്തെ പറ്റി എന്താണ് അഭിപ്രായം? 22-23 സ്റ്റൈലാണോ ആസ് എൻ ആർസണൽ ഫാൻ താങ്കൾ പ്രിഫർ ചെയ്യുക? അത് ഇപ്പോഴത്തെ സ്റ്റൈൽ ഫുട്ബോൾ? സീരിയസ്ലി ഡോണ്ട് കെയർ എങ്ങനെ കളിച്ചു. ഐ ജസ്റ്റ് വാണ്ട് ടു വിൻ ഗെയിംസ്. ഇതിപ്പോ എങ്ങനെ കളിച്ചാൽ എനിക്ക് എന്താ? എന്റെ ടീം ജയിച്ചാൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. എങ്ങനെ കളിച്ചാൽ എന്താ? അത് ഹാൻഡ് ബോൾ അടിച്ച് ഗോൾ അടിച്ചാലോ ഡിഫൻസീവ് ഗോൾ അടിച്ചാൽ എനിക്ക് ഐ ഡോണ്ട് കെയർ. ക്രിസ്ത്യാനോ ഒരു ഫ്ലോപ്പ് ആയിരുന്നു. ക്രിസ്ത്യാനോ പുള്ളിക്കാരൻ ആവശ്യത്തിന് ഗോൾ അടിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ പുള്ളി ചെയ്യേണ്ട പണി പുള്ളി ചെയ്യുന്നു. ഞാൻ ആക്ച്വലി സിറ്റി നോക്കിക്കൊണ്ടിരുന്നതാണ്. ഇല്ല, എനിക്ക് ഈ ചോദ്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം. ബാക്ക്ഗ്രൗണ്ട് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസ് ആണെങ്കിൽ അതിന്റെ എപ്പിറ്റോമിലുള്ള പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലീഗിന്റെ ഡിസ്കഷന് വേണ്ടി നമുക്കിന്ന് THF നിന്ന് 2 പേര് വന്നിട്ടുണ്ട്. വി ഹാവ് സൂര്യ ഫോർ ആർസനൽ, അരവിന്ദ് ഫോർ യുണൈറ്റഡ്, ആൻഡ് ഫ്രം സിറ്റി വി ഹാവ് ആദിത്യ. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴത്തേക്കും ആർസനൽ മാൻ സിറ്റി സെയിം നമ്പർ ഓഫ് ഗെയിംസിൽ സെയിം നമ്പർ ഓഫ് പോയിന്റ്സ്, സെയിം നമ്പർ ഓഫ് ഗോൾ ഡിഫറൻസ് ആണ്. ലാസ്റ്റ് ഇത് സംഭവിച്ചിരിക്കുന്നത് 1998-1999 ഇപ്പോഴത്തെ സീസണിൽ ഹൂ ഇസ് ഇൻ കൺട്രോൾ? അതിനിപ്പോ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഡിസ്കഷന്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല. കാരണം ഇവനിവിടെ ഇരിക്കുന്ന ആർസണൽ ഫാൻ വരെ അഡ്മിറ്റ് ചെയ്യും അത് സിറ്റി തന്നെയാണ് എനിക്ക്. കാരണം അത് ഐ തിങ്ക് ഈ ഒരു പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസൺ ഐ തിങ്ക് അപ്പ് അണ്ടിൽ ഡിസംബർ സിറ്റി കുറച്ചൊക്കെ പാടായിരിക്കും. കാരണം ആ സമയത്ത് ഇവർ ഭയങ്കര അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. ലൈക്ക് ഐ തിങ്ക് 2022-23 സീസണിലും ഞങ്ങളുടെ ട്രിപ്പിൾ വിന്നിംഗ് സീസണിലും ഈ സീസണിലും സെയിം പാറ്റേൺ. ലൈക്ക് ആ സീസണിൽ ഞങ്ങൾ വേൾഡ് കപ്പ് ബ്രേക്കിന് തൊട്ട് മുമ്പ് ബ്രെൻഫോർഡായിട്ട് തോറ്റു. ആൻഡ് ഐ തിങ്ക് ദേ വെൻ 14 points ക്ലിയർ ഓഫ് ദ ലീഗ്. അപ്പോൾ എന്നിട്ട് ഐ തിങ്ക് ടുവേർഡ്സ് ദി എൻഡ് 14 ദിവസമാണ് ആകെ സിറ്റി ടോപ്പ് ഓഫ് ദ ലീഗ് ഉണ്ടായിട്ടുള്ളത്. ബാക്കി എത്രയോ 100 days 200-300 days ഒക്കെ എത്ര എടുത്ത് 300 ഒന്നുമില്ല. ഐ തിങ്ക് ഏപ്രിൽ സിറ്റി ആണെങ്കിൽ സീസൺ തുടങ്ങിയ ശേഷം April 19 ഫസ്റ്റ് ആവുന്നത്. ഈ 98 സീസണിൽ സെക്കൻഡ് ആയത് ആരാന്നറിയാം? ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടഫ് ഫിക്ചേഴ്സ് ഇപ്പോഴും സിറ്റിക്ക് ഉണ്ട്. പക്ഷെ മെന്റാലിറ്റി വൈസ് ഒരു മൊമെന്റം വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും സിറ്റിയാണ് ഹെഡ്. ആർസണലിന്റെ മൊമെന്റം. സോ ആർസണലിന്റെ പ്രശ്നം ഇതാണ്, അത് ആർസണൽ ഫാൻസ് തന്നെ പറയാണ് സിറ്റിയാണ് മുന്നിൽ എന്നുള്ളത്. മൊമെന്റ് അവർക്കാണ് ഉള്ളതെന്നുള്ളതാണ്. അത് കഴിഞ്ഞ റിസൾട്ട്സ് എടുത്ത് നോക്കിയത്, കഴിഞ്ഞ 5 റിസൾട്ട്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആർസണൽ എത്ര മാച്ച് ജയിച്ചിട്ടുണ്ട് അതിനകത്ത്? വളരെ ഒരു കളി എന്തോ ജയിച്ചിട്ടുള്ളൂ. സിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ സിറ്റി ഇപ്പോൾ കുറേ കളി കണ്ടിന്യൂസ് ആയിട്ട് ജയിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു മൊമെന്റം എന്തായാലും ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ കുറച്ചുകൂടി ഒരു ഫൈറ്റ് കണ്ടൊരു കളിയാണ് സിറ്റി ആർസണൽ കളി. അപ്പോൾ ജയിക്കുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ കളിയിലായിരുന്നു ഇത് ഭാവി മൊത്തം. ആ ഒരു കളിയിലാണ് എല്ലാവരുടെയും ഹോപ്പ് ഉണ്ടായിരുന്നത്. ഇനി അതുകൂടി തോറ്റു കഴിഞ്ഞതിന് ശേഷം ഇനി എങ്ങനെ ബൗൺസ് ചെയ്യും എന്നുള്ളത് അത് വലിയൊരു മെന്റാലിറ്റി വേണം. ഇത്ര നാളുണ്ടായിരുന്ന മെന്റാലിറ്റി കൂടുതൽ മെന്റാലിറ്റി വേണം. ഗെയിം ചേഞ്ചിങ് പ്ലെയർ ഇപ്പോൾ ആർസണലിൽ ഇല്ലെന്നാണ് പറയുന്നത്. ആർസണൽ ഒരിക്കലും ഒരു പ്ലെയറിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലും കളിച്ചിട്ടില്ലല്ലോ. ആർസണലിൽ എപ്പോഴും ഒരു ടീം ഇതിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് റണ്ണിങ് ഔട്ട് ഓഫ് എനർജി പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഹാഫ് ഈ സീസണിന്റെ ഫസ്റ്റ് ഹാഫ് കളിച്ചുകൊണ്ടിരുന്ന ഒരു എനർജി ടുവേർഡ്സ് ദ സെക്കൻഡ് ഹാഫ് തീരാറായപ്പോൾ കാണിക്കുന്നില്ല. അത് പല പ്ലേയേഴ്സിൻ്റെ ഇതൊക്കെ ആണെങ്കിൽ പോലും പല പ്ലേയേഴ്സൊക്കെ എടുത്ത് നോക്കി ഓൾമോസ്റ്റ് 60 കളി കളിക്കാറായി ഈ സീസൺ എടുത്ത് പോയി കഴിഞ്ഞാൽ. ഇപ്പോൾ സുബിമെൻ്റെയൊക്കെ 50 കളി എന്തോ കളിച്ചു. ഒരു സീസണിൽ അത്രയും കളി കളിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് വെരി ടഫ്. അപ്പോൾ ഈ സെയിം സ്റ്റാമിന സെയിം എനർജി എല്ലാ അതിനകത്തേക്ക് വരുമ്പോൾ കിട്ടണമെന്നില്ല. ആണെങ്കിലും ഇപ്പോൾ എല്ലാവരും അത്രയും ക്ലോസ് ടു സിറ്റി ഈ സീസൺ പ്രത്യേകിച്ച് ഇഞ്ചുറി റിഡൻ കൂടിയാണ്. അവർക്ക് ഗാർഡിയോളില്ല, റൂബൻ ഡിയാസ് ഇഞ്ചുറി പ്രോൺ ആണ്. ഞങ്ങൾ കൂസനോവ് ഞങ്ങളുടെ ആക്ച്വലി റൈറ്റ് ബാക്ക് ആണ്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ സെന്റർ ബാക്ക് വെച്ചിട്ടാണ് കളിക്കുന്നത്. പക്ഷേ എന്താ പറയുക, സിറ്റിക്ക് ഇത് ജയിച്ച് പരിചയമുണ്ട്. ഇത് ആർസണൽ എന്ന് പറയുന്ന ക്ലബിന്റെ ചരിത്രത്തിൽ ഇത്രയും ക്ലോസ് ആയിട്ട് വന്നിട്ട് എത്ര വർഷമായി? ആ ക്ലബിലിരുന്ന വർക്കേഴ്സിന് പോലും ഒരു ഓർമ്മ പോലും ഉണ്ടാവും. ഒരു കാര്യം ചോദിക്കാറുണ്ട്, ഇപ്പൊ ഒരു ജെനുവിൻ സൂപ്പർ സ്റ്റാർ, ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തല്ലോ, ഇപ്പൊ ഒരു ജെനുവിൻ സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ
റിസൾട്ട് മാറില്ല എന്നുള്ളതാണ് പുള്ളി ഒരു ചോദിക്കുന്ന ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ അല്ല അങ്ങനെയാണെങ്കിൽ ഡിബ്രൂയിൻ പോലെ ഒരു പ്ലെയർ ഉണ്ട് ഈവൻ എൻട്രി പുള്ളിക്കാരനാണ് ഈ പറഞ്ഞ അങ്ങനെ കൗണ്ട് ചെയ്തിട്ടല്ലേ യോക്കറസിനെ മേടിച്ചത്. ഞാൻ യോക്കറസിനെ മേടിക്കുന്നത് ഒട്ടും യോജിച്ചിരുന്ന ഒരാളല്ല. ഞാൻ യോക്കറസിന്റെ കളിയുടെ വലിയ ഫാനും അല്ല. ആൻഡ് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസൺ ആർസനൽ തോക്കാൻ്റെ മെയിൻ റീസൺ സ്ട്രൈക്കർ ഇല്ലായ്മയാണെന്ന് ജനറലി ഒരു സംസാരം ഉണ്ടായിരുന്നു. അതാ പറഞ്ഞേ, എന്റെ അഭിപ്രായത്തിൽ അല്ലായിരുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർട്ടേറ്റയുടെ അഭിപ്രായം അതല്ലായിരുന്നു. ആർട്ടേറ്റയ്ക്ക് വേണ്ട സ്ട്രൈക്കർ യോക്കറസ് ആയിരുന്നില്ല, ആർട്ടേറ്റ സെസ്കോ ആയിരുന്നു. അപ്പൊ പക്ഷേ ഫാൻസിന്റെ പ്രഷർ, ജനറൽ ഒരു പ്രഷർ, ഒരു സ്ട്രൈക്കർ വേണം, സ്ട്രൈക്കർ ഇല്ലെങ്കിൽ തീർന്നു എന്നുള്ള ഒരു സിറ്റുവേഷനാണ് യോക്കറസ് വന്നത്. 28 വയസ്സായ ഒരു പ്ലെയർ ആണ്, ഇനി വിൽക്കാൻ പോലും പറ്റില്ല, ഒരു റീസെയിൽ വാല്യൂ ഇല്ലാത്ത പ്ലെയർ ആണ്. അത്ര റിസ്ക് എടുത്ത് ഒരിക്കലും ആർട്ടേറ്റ ഇത് ചെയ്യില്ല. ആർട്ടേറ്റയുടെ സൈനിങ് അല്ലത്. അപ്പോൾ ഒരു സ്റ്റാർ സൈനിങ്ങിനെന്നുള്ള രീതിയിലൊന്നും അല്ല യോക്കറസ് വന്നത്. യോക്കറസിനെ കൊണ്ട് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് ഒരു ജനറൽ ടാക്ടിക്സ് യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച പ്ലെയർ ഈ സീസൺ സ്പോർട്ടിംഗില് ഈ സീസണിൽ സ്പോർട്ടിംഗിലെ സ്ട്രൈക്കറിന്റെ അവസ്ഥ എന്താ? ഒരു വീഡിയോ ഉണ്ട് എങ്ങനെ സീസണിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും ഇതിങ്ങനെ വെച്ചിട്ട് ഓടുകയാണ് നാട്ടുകാര്. അല്ല, ഈ സീസൺ സ്പോർട്ടിംഗിന്റെ സ്ട്രൈക്കർ എടുത്ത് നോക്കുക. ഈ സ്ട്രൈക്കറിനെ നോക്കി ചെൽസിയോ യുണൈറ്റഡോ ആരെങ്കിലും പോകും? ലാസ്റ്റ് 2-3 years ആയിട്ട് സക്സസ്ഫുൾ അല്ലാതെ ഈ സീസൺ സ്പോർട്ടിംഗിൽ ജനറലി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പ്ലേയേഴ്സ് ഹൈ സ്കോറിംഗ് കിട്ടാറുണ്ട്. ഇപ്പൊ ബാസ് ദോസ്ത് എന്ന് പറഞ്ഞ പ്ലെയർ. അപ്പൊ അങ്ങനെ ഇപ്പൊ നിലവിലുള്ള സ്ട്രൈക്കർ. പക്ഷെ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ സീസൺ സ്റ്റാർട്ടിൽ എനിക്കറിയാം യുണൈറ്റഡിനായിട്ട് ഞാൻ യുണൈറ്റഡ് ട്രൈ ചെയ്യണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ പൊന്നെ ഇങ്ങോട്ട് വരല്ലേ, കാരണം പണി കിട്ടും. കാരണം സ്പോർട്ടിംഗിലെ പെർഫോമൻസ് ആയിരിക്കില്ല. വെരി ഹാപ്പി, കാരണം ആൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഒത്തിരി എന്താ പറയാ പല രീതിയിലുള്ള ഗോളുകൾ അടിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ആവും നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള നല്ലൊരു അങ്ങനത്തെ ഒരു പ്ലെയർ ആയിട്ടാണ്. കാരണം നല്ല അത്ലറ്റിക് ആണ്. ഇല്ല, പുള്ളി പല മത്സരങ്ങളിലും ബെഞ്ചിലൊക്കെയാണ്. അല്ല, അത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. 22 വയസ്സായിട്ടുള്ളൂ. റൂം ഫോർ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര 70 മില്യൺ ഒക്കെ. ഇപ്പൊ നമ്മളിനി അടുത്ത സീസൺ പറയുമ്പോൾ ചിലപ്പോൾ റെക്കോർഡ് സൈനിങ് 150 മേളിൽ പോകുന്ന സീസണാണ്. അപ്പൊ 70 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പൈസ ഒന്നും അല്ലാത്തൊരു ഇതിലേക്ക് പോകും. ഇപ്പൊ നിങ്ങളുടെ സീസണിൽ നിങ്ങൾ അല്ലെങ്കിൽ അർട്ടേറ്റ ഇപ്പൊ കാര്യം പറഞ്ഞു, യോക്കറസ് അർട്ടേറ്റയുടെ സൈനിങ് അല്ല, പക്ഷെ ഹാവേർട്സ് അർട്ടേറ്റയുടെ സൈനിങ് ആയിരുന്നു. അതെ. ആൻഡ് ഡു യു തിങ്ക് ഹാവേർട്സ് ഹാസ് പെർഫോംഡ്? എനിക്ക് ഹാവേർട്സിന്റെ ഞാൻ കളിയുടെ വലിയ ഫാനാണ്. കഴിഞ്ഞ കളി എനിക്ക് ഹാവേർട്സ് മോശമായിട്ട് കളിച്ചൊന്നും എനിക്കൊരു അഭിപ്രായമില്ല. ചാൻസ് മിസ് ചെയ്തു, ഓഫ് കോഴ്സ്. പക്ഷേ ഈ ചാൻസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു കഴിവാണ്. ഈ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രൈക്കേഴ്സ് പ്രീമിയർ ലീഗിൽ വളരെ കുറവാണ്. അല്ലല്ല, അത് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ആക്ച്വലി പുള്ളി ലെവർക്യൂസനിലായിരുന്നപ്പോ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. അതാ പറഞ്ഞത്. ഐ വുഡ് സേ പുള്ളി ചെൽസിയിൽ വന്നപ്പോഴും ചെൽസി ആ സെയിം സ്റ്റൈൽ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. പിന്നെ പുള്ളി സെന്ററിലായി. സെൻട്രലിലും ഐ ഡോണ്ട് തിങ്ക് പുള്ളിയുടെ ഐ തിങ്ക് വന്ന സീസണിൽ ചാമ്പ്യൻസ് ലീഗ് അടിച്ച സീസണിൽ ഓക്കെ. ബട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഇല്ല, അത് ഹാവേർട്സിനെ പലപ്പോഴും മിസ്പെർഫൈൽ ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും. ഹാവേർട്സിനെ കളിപ്പിക്കേണ്ട രീതി ഒരിക്കലും സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കരുത്. ഹാവേർട്സ് ഇസ് ദെയർ ടു വിൻ ഡുവൽസ്. അതുകൊണ്ടാണ് എപ്പോഴും ആ സോണിൽ വിൻ ചെയ്യുന്ന ഡുവൽസിന്റെ എന്ന് വെച്ചാൽ അതിന്റെ വാല്യൂ ഭയങ്കര വലുതാണ്. കഴിഞ്ഞ കളി ആർസനൽ പെർഫോം ചെയ്യേണ്ട മെയിൻ റീസൺ ഹാവേർട്സ് അവിടെ ഡുവൽ വിൻ ചെയ്തുകൊണ്ട് മാത്രമാണ്. പക്ഷേ പുള്ളിയുടെ ഫൈനൽ തേർഡില് എൻഡ് പ്രോഡക്റ്റ് ഭയങ്കര മോശമാണ്. എൻഡ് പ്രോഡക്റ്റ് വേണ്ട, 9.5 എന്നൊക്കെ പറഞ്ഞ പ്ലെയർ ആണ്. 10 അല്ല എന്ത് പൊസിഷൻ കൊടുക്കുന്നു എനിക്കറിയില്ല. പക്ഷെ ഈ അതിന്റെ അവിടെ ഫോൾസ് നയൻ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ അവിടെ കളിക്കുന്ന ഒരു ലിങ്ക് കിട്ടുന്ന പ്ലെയർ വളരെ കുറവാണ്. ഇപ്പം നമുക്ക് പ്രസ് ബൈപ്പാസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഹാവേർട്സ്. ഒരു ലോങ് ബോൾ ഇട്ട് കഴിഞ്ഞാൽ പുള്ളി ഹെഡർ വിൻ ചെയ്യും എവിടെയെങ്കിലും. അതല്ലല്ലോ കഴിഞ്ഞ കളി ആർസനൽ ഉണ്ടാക്കിയ ചാൻസ് മൊത്തം വന്നത് ഈ ഡുവൽ വിൻ ചെയ്തോണ്ടാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം പുള്ളിക്ക് അങ്ങനെ വേറെ പ്ലേയേഴ്സ് ആയിട്ട് ഭയങ്കര ഒരു ലിങ്ക് പ്ലേ ഉള്ള പോലെ ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആയിരുന്നു. ഒഡെഗാർഡ് ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത പ്ലെയർ ആണ്. കൺസിസ്റ്റൻസി ഇല്ലാന്ന് മാത്രമല്ല, പുള്ളി സത്യം പറഞ്ഞ ആർസനലിലെ ക്യാപ്റ്റനായിട്ട് എനിക്ക് ലൈക്ക് പുള്ളി ക്യാപ്റ്റൻ ആയിരുന്നു. ഇപ്പൊ എനിക്ക് റൈസ് ആണ്. പുള്ളി എത്ര 30 ഫ്ലിക്സ് പുള്ളിയുടെ ഏറ്റവും വിറ്റ് പുള്ളിന്റെ ആൾക്കാർ കളിയാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്വിറ്ററിലൊക്കെ ഭയങ്കര മീംസ് ഉണ്ട്. പുള്ളി ഇങ്ങനെ സ്കാൻ ചെയ്യില്ലേ, ഈ ചാവിയൊക്കെ സ്കാൻ ചെയ്യുന്ന പോലെ പുള്ളി ഭയങ്കര പെർഫോമറ്റീവ് ആയിട്ടൊക്കെ റൈസ് ഇങ്ങനെ സ്കാൻ ചെയ്തു. ആ ഒരു സാധനം റൈസിന് ഔട്ട്പുട്ട് ഒന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഗോൾ അടിക്കാന്നുള്ളതല്ലോ റൈസ്. അങ്ങനെ പറയുകയാണെങ്കിൽ കസിമിറോ ബെറ്റർ ദാൻ റൈസ് കറന്റ്ലി.
റൈറ്റ് നോ, അല്ലാതെ ഹിസ്റ്ററി അല്ല ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ. കാരണം കസമീറോ പ്രൈം കസമീറോ ഈസ് ഓൾവേസ് I'm not talking about prime Casemiro. Currently is 34 current rise better than current Casemiro. Question ഇതാ. ഗോൾ സ്കോറിംഗ് വയസ്സൊക്കെ ചോദിക്കുമ്പോൾ തീർച്ചയായും Question again. Current rise is current rise better than current Casemiro. No, കസമീറോ. പക്ഷെ രണ്ടുപേരുടെയും പ്ലേയിങ് സ്റ്റൈലിൽ Is current Rodri better than current Rice? ഐ വുഡ് സേ യെസ്. What is your opinion? Current Rodri better than current Rice? No. Current Rodri is not better than current Rice. Rodriയുടെ prime time. റോഡയുടെ സീലിംഗ് ഞാൻ പറയാനില്ല ഇപ്പൊ പുള്ളിക്ക് ഉണ്ടെന്ന്, പക്ഷെ ഐ തിങ്ക് ഈസ് കമ്മിങ് ബാക്ക്. ഇല്ല, ക്വസ്റ്റ്യൻ സിമ്പിൾ ആ. അപ്പൊ അറിഞ്ഞേ ഉള്ളൂ. Current Rodri is current Rodri better than current Rice? അങ്ങനെയാണെങ്കിൽ Casemiro, I would say Casemiro is better than all three. അല്ല, പക്ഷെ ഞാൻ പറയാം ഇപ്പൊ ഈ റോഡ്രിയും റൈസും തമ്മില് ഉള്ള പ്ലേയിങ് സ്റ്റൈലില് കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ ഐ കാൺ സീ ദാറ്റ് ഈ പറയുന്ന കാസിമീറും റൈസും തമ്മിൽ അല്ലെങ്കിൽ അവരുടെ പ്ലേയിങ്സ് അല്ലെങ്കിൽ അവരെ ഗെയിമിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതി സെയിം ആണെന്ന് എനിക്ക് ആൻസർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും ആ ഒരു ചോദ്യം എന്ന് പറഞ്ഞപ്പോ എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല രണ്ടുപേരും പ്ലേസ്. അല്ല, ഐ വുഡ് സേ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. One answer, Rice. അല്ല, മേബി ഞാൻ പറയാം ഐ വോണ്ട് എഗ്രി വിത്ത് ഹിം ഓൺ ദ ഫാക്ട് ദാറ്റ് റൈസ് ഇസ് ബെറ്റർ എന്ന് ഞാൻ പറയില്ല. Current currently Rice is better than Rodri. റൈസിന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 28. കസമീറൊക്കെ 34-35 വയസ്സാണ്. കറണ്ട് എന്ന് ചോദിച്ചു നോക്കിയില്ല. നമ്മളൊരു ഒരാളുടെ പ്രൈമിൽ നിൽക്കുന്ന ഒരു പ്ലെയറെ അതുപോലെ തന്നെ റിട്ടയർ ആകുമ്പോൾ അല്ല കരിയർ അവസാനിക്കുന്ന ഒരു പ്ലെയർ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഞാൻ കമ്പയർ ചെയ്തല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ കറന്റ്ലി നോക്കുന്ന സമയത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ഇൻ യൂറോപ്പ് റൈസ് ആണ്, നിസ്സംശയം. അത് പ്രത്യേകിച്ച് നമുക്ക് അതിനകത്ത് തർക്കിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് 98-99 സീസൺ പറഞ്ഞോണ്ടാണ്. ആ സീസണിൽ ട്രബിൾ അടിച്ച ടീമാണ് യുണൈറ്റഡ്. ഇപ്പൊ എന്താ പറ്റിയത്? അത് നീണ്ട കഥയാണ് ബ്രോ. ഗ്ലേസേഴ്സ് ഹാപ്പൻഡ്. അതിനുശേഷം നടന്ന പലവിധ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മിസ്മാനേജ്മെന്റ് ആണ് സംഭവിച്ചിട്ടുള്ളത്. 2005 ഒരു ലിവറേജ് ബൈ ഔട്ട് എന്ന പരിപാടിയിലൂടെ ഗ്ലേസർ ഫാമിലി, അമേരിക്കൻ ഫാമിലി, അവർ ക്ലബിനെ മേടിച്ചതിന് ശേഷം പിന്നീട് അവിടെ നിന്നുള്ള ഈ ഒരു 10-20 വർഷമായിട്ട് യുണൈറ്റഡ് ഫാൻസ് എല്ലാവരും അനുഭവിക്കുന്നത്. കാരണം അന്ന് അവർ വരുന്ന സമയത്ത് തന്നെ യുണൈറ്റഡ് ഫാൻസ് പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രൊട്ടസ്റ്റുകൾ നടത്താറുണ്ട്. അതിനുശേഷം ഇവർ വിൽക്കാനായിട്ട് റീസെൻ്റ്ലി ഇട്ടു. അപ്പോൾ അതിനുശേഷം പിന്നെ അവർക്ക് ഡബിൾ തിങ്കിങ് ഉണ്ടായി. ആദ്യം നമുക്കൊരു പണി ചെയ്യാം, നമുക്കൊരു ഷെയർഡ് ഓണർഷിപ്പിൽ ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ അങ്ങനെയാണ് ബ്രിട്ടീഷ് ബില്യണയർ ആയിട്ടുള്ള ജിം റാറ്റ്ക്ലിഫ് വന്നത്. അദ്ദേഹം വന്നതിന് ശേഷം പിന്നെ കുറച്ചുകൂടി ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. കാരണം പുള്ളിക്ക് കുറച്ചുകൂടി ഇതിനെപ്പറ്റി ഒരു വിഷൻ, കുറച്ചുകൂടി ഐഡിയ ഉണ്ട്. പക്ഷെ പുള്ളി പെർഫെക്റ്റ് ആണെന്നല്ല. ടീഷർട്ട് വീട്ടിൽ കൊണ്ടുപോയി ഇറക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്പൊ പുറത്തേക്ക് ഇടാം. കഴിഞ്ഞ സീസണിൽ പുറത്തേക്ക് ഇറങ്ങി അടി കിട്ടുന്ന അവസ്ഥയായിരുന്നു. അതെ അതെ അതെ. പക്ഷെ ഈ സീസണിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഗ്ലേസേഴ്സ് ക്ലബിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അവരൊറ്റ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അവർ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്ലബ്ബിൽ നിന്ന് പൈസ എടുക്കുക എന്നുള്ളതാണ്. അവരൊറ്റ പൈസ ക്ലബ്ബിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളൊരു സ്കൂട്ടർ മേടിക്കുന്ന പോലെ, ഇപ്പോൾ ഒരു നോ ഡൗൺ പേയ്മെന്റിൽ സ്കൂട്ടർ മേടിക്കുന്ന പോലെ അതേ സെയിം പരിപാടിയാണ് അവർ ചെയ്തത്. ക്ലബിന് 2005 മേടിക്കുന്ന സമയത്ത് ക്ലബിന് യാതൊരു ഡെപ്റ്റ് ഉണ്ടായില്ല. പക്ഷെ ഇവർ വന്നു ക്ലബിനെ വെച്ചിട്ട് 900 മില്യൺ ലോൺ വെച്ചിട്ട് മേടിച്ചു. അപ്പോൾ ഇന്ന് ക്ലബ്ബ് ഡെപ്റ്റ് പേ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഷെയർ ഹോൾഡർ പ്രൈസ് എന്നും പറഞ്ഞാൽ അവർ ക്യാഷ് എടുക്കും. പിന്നെ അതുപോലെ ഇവർ ട്രാവൽ ചെയ്യുന്ന മറ്റേ ജെറ്റും ഇതൊക്കെ അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ട്രാവൽ ചെയ്യുന്നൊക്കെ ക്ലബിന്റെ മുകളിലാണ്. പക്ഷെ ഒരു ഇത് നോക്കി കഴിഞ്ഞാൽ 2013 എന്റെ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആണ്, യുണൈറ്റഡ് 59 പ്ലേയേഴ്സിനെ സൈൻ ചെയ്തത്. 59 2013 ശേഷം 59 അല്ല. സോ അതില് നിങ്ങൾ സ്പെൻഡ് ചെയ്തേക്കുന്നത് 1.68 ബില്യൺ ആണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ എങ്ങനെയൊക്കെ ഡെറ്റ് ആണ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞാലും ഇതും എനിക്ക് ഡൗട്ട് ഈ സിറ്റി ഫാൻ സ്പെൻഡിന്റെ കാര്യമൊക്കെ പറയുന്നു. അല്ല ഞാൻ സ്പെൻഡിന്റെ കാര്യം ഇപ്പൊ എന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ സിറ്റിയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്പെൻഡിങ് കുറച്ചും കൂടി വയസ്സാണ്. 100 മില്യൺ ഗ്രീലിഷ് കൊടുത്തു വയസ്സായിരുന്നു. അല്ലല്ല, ഈ സീസൺ തന്നെ എടുക്കുക. ഈക്കോ ഗോൺസാലസിനെ ഇനി കളിപ്പിക്കാൻ പോകുന്നില്ല. ഇനി അയാളാണ് കളിച്ചത്. കാൽവിൻ ഫിലിപ്സിനെ സംഭവിച്ചത് ഞാൻ ചോദിക്കുന്നത് ഇവരുടെ വയസ്സ് സ്പെൻഡിങ് എന്നൊക്കെ പറയും. കഴിഞ്ഞ സീസൺ ഒരു യുക്രൈനിയൻ ലെഫ്റ്റ് ബാക്കോ ഉണ്ടായിരുന്നല്ലോ. വല്ലപ്പോഴും ഒരു കളി കൺസിസ്റ്റന്റ് സ്റ്റാർട്ടറാണ്. ഉസ്ബെക്കിസ്ഥാൻ കുഷനോവല്ല അതിനു മുന്നേ സൈൻ ചെയ്തത്. ഇത് ഇവരെ കുഷനോവർ സെന്റർ ബാക്ക് പക്ഷെ ഇതല്ലാണ്ട് ഇങ്ങനെ അറിയാണ്ട് അറിയാണ്ട് പോണ പ്ലേസ് ഞങ്ങള് നെറ്റ് സ്പെൻഡ് എടുത്ത്
നെറ്റ് സ്പെൻഡ് അല്ല 115 അലിഗേഷൻ എന്തോ അല്ലെങ്കിൽ അതിന് ശരി അതെന്തോ, അത് 115 ചാർജസിൽ നിങ്ങൾ ഒരു ചാർജ് പറയുന്നത് ഒരു ചാർജ് ഞാൻ പറയട്ടെ, അസോസിയേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. അതുപോലെ തന്നെ ഈ നിങ്ങൾ ഈ പെല്ലഗ്രീനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവര് നേരെ ക്യാഷ് കൊടുക്കാതെ ഇപ്പൊ പറഞ്ഞു ഉറപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ ആ റിപ്പോർട്ടായിരിക്കും പ്രീമിയർ ലീഗിന് അതുപോലെ തന്നെ UEFA റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ എനിക്കിപ്പോ 30,000 രൂപ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30,000 രൂപ സാലറി കൊടുക്കും. ഇതിന്റെ ഫണ്ണി തിങ് എന്താ ഇവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പുറത്ത് ട്രാൻസ്ഫർ ഇവര് പറയും ഇതിന്റെ ഫണ്ണി തിങ് എന്താ പറയാ, 1900s ഇവർ ഇത് തന്നെ ചെയ്തോണ്ടിരുന്നത്. സിറ്റിയുടെ ക്യാപ്റ്റൻ മെറിഡിത്ത് പറഞ്ഞ അന്ന് എഫ്ഐയുടെ റൂൾ ഉണ്ട്, 5 പൗണ്ടാണ് ഒരു വീക്കിൽ ഏറ്റവും കൊടുക്കാൻ പറ്റുന്നതെന്ന്. സിറ്റിയുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആഴ്ചയിൽ 6 പൗണ്ട് കിട്ടും, എനിക്കാണ് ഏറ്റവും കുറച്ച് സാലറി കിട്ടുന്നത്. അപ്പൊ ഇവര് ഇന്ന് തുടങ്ങിയ സാധനം അപ്പൊ ആ ഒരു സംഗതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതൊരു ഫെയർ ആയിട്ടുള്ള പരിപാടി. അതാണ് ഫെയർ ആണ്. ചാർജസിന്റെ ഹിയറിംഗ് 2024 സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത് 2024 ഡിസംബറിൽ ഹിയറിംഗ് കഴിഞ്ഞിട്ടുണ്ട്. എന്റെ ഇതുവരെ നിങ്ങൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈസ് പെൻഡിങ് ആണ് ഒരു കമ്പയർഡ് ടു ദെൻ വൈസ് കുറച്ചും കൂടി വൈസ് നിങ്ങൾ കുറച്ചും സിറ്റി ഓൾവേസ് വൈസ് അവിടെ സിറ്റി യുണൈറ്റഡ് ആർസണൽ ലിവർപൂൾ ഇത്രയിനകത്ത് ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഇവര് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇവരാണ് ആക്ച്വലി 10 മില്യൺ. എനിക്കൊന്ന് ലിവർപൂൾ ഈ രണ്ട് ലിവർപൂളാണ് ശരിക്കും പറഞ്ഞ ഏറ്റവും സ്മാർട്ടായിട്ട് ഈ സീസണിൽ ചിലപ്പോ അല്ലെ കഴിഞ്ഞ സീസണിലല്ല അല്ല ഇപ്രാവശ്യം സ്പെൻഡിങ് മോശം എന്ന് പറയാനില്ല, മാനേജ്മെന്റ് മോശമായിരുന്നു. ഒരു രീതിയിൽ അതല്ല, അല്ലെങ്കിൽ അവരുടെ ഇത് ലൈക്ക് അവർ ഉദ്ദേശിച്ച രീതിയിൽ ഡെലിവറി ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഇവരെ മോശം പ്ലേയേഴ്സ് ഒരിക്കലും പറയാൻ പറ്റില്ല. അല്ല മോശം ക്വാളിറ്റീസ് ദർ. ഞാൻ ഇപ്പൊ അൺഡിനൈബിളി ഇപ്പൊ യുണൈറ്റഡ് സൈൻ ചെയ്യുന്ന പ്ലേയേഴ്സ് ഇല്ല, ഞാൻ സിറ്റി സൈൻ ചെയ്യുന്ന പല പ്ലേയേഴ്സിന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. കാൽവിൻ ഫിലിപ്സിന് ഒരു ക്വാളിറ്റി ഇല്ലാന്ന് ലീഡ്സ് കളിക്കുന്നുണ്ട്. ഏത് കൊച്ചു പിള്ളേർക്ക് അറിയാവുന്ന കാര്യമാണ്. പെപ് ഗോർഡിയോള എത്ര 80 മില്യൺ ആണ് അന്ന് കൊടുത്തത്, അത് വൈസ് സ്പെൻഡിങ് ആണ്. 60 50 മില്യൺ ഫോർ ഷുവർ. 60 മില്യൺ എന്ന് പറഞ്ഞു. 50 മില്യൺ അത്രയ്ക്കുള്ള പ്ലെയർ ഇല്ല. അത് ലീഡ്സിന്റെ കളി അതല്ല, ഇപ്പൊ ഈ സിറ്റി ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പൊ ഇവര് ഫെർലാൻമെന്റിനെ സൈൻ ചെയ്ത സമയം, ആ സമയത്ത് ഫെർലാൻമെന്റ് പോട്ടെ, സോറി മാറിപ്പോയി, മറ്റേ സോറി എന്റെ മിസ്റ്റേക്ക് ആണ്. ബെഞ്ചമിൻ മെന്റിനെ സൈൻ ചെയ്ത സമയത്ത് ആ സമയത്ത് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ലെഫ്റ്റ് ബാക്ക് ഇൻ ദ വേൾഡ് പുള്ളിയാണ്. അതേ സീസണിൽ തന്നെ ഒരിക്കൽ കൂടി ഒരു ബ്രേക്ക് ചെയ്തു, ആരെ സൈൻ ചെയ്യാൻ, കൈൽ വാക്കറിനെ സൈൻ ചെയ്യാൻ. അപ്പൊ അങ്ങനെ സിറ്റിയുടെ പ്രശ്നമല്ല, അത് അങ്ങനെ ആയിപ്പോയത്. ഇവര് സ്പെൻഡ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡായിട്ടുള്ള ഗ്രീലിഷ് അങ്ങനെയുള്ള പല സൈനികങ്ങളും 2016 നിങ്ങൾ പോഗ്ബിനെ മേടിച്ചു, 110-നാണ് റോമില് ലുക്കാക്കുവിനെ മേടിച്ചു. 110 മില്യണോ? അതായത് ഞങ്ങൾ ഇതുവരെ ഒരു സൈനിങ് 100 മില്യണിന് മുകളിലേക്ക് അലക്സിസ് സാഞ്ചസിന് 100 മില്യൺ എന്തോ സ്വാപ്പ് ഉണ്ടായി. സംശയം ഇല്ല ഇല്ല, യുണൈറ്റഡിന്റെ ഇതേപോലത്തെ മോശം സ്പെൻഡിങ് ആന്റണിക്ക് 100 മില്യൺ കൊടുക്കണം. ഫ്രെഡിന് അവര് 70 മില്യൺ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം ഞാൻ പറയുന്നത്, ഈ ഗ്ലേസർ ഓണർഷിപ്പ് വന്നതിന് ശേഷം ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ക്ലബിനെ മേടിക്കാൻ ഹെൽപ്പ് ചെയ്ത ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേരാണ് എഡ്വേർഡ് വാർഡ്. പുള്ളി ഒരു ബാങ്കറായിരുന്നു, ഫുട്ബോളിനെ കുറിച്ച് ഞാനൊന്നും അറിയില്ല. പുള്ളി 2 ഫ്രണ്ട്സിനെ ക്ലബിലേക്ക് കൊണ്ടുവന്നു, അവർക്ക് ഓരോ ടോപ്പ് ലെവൽ ചാർജസ് കൊടുത്തു. അതിനുശേഷം ക്ലബിന് DOF എന്ന് പറഞ്ഞ ഒരാളുണ്ടായില്ല, ഡയറക്ടർ ഓഫ് ഫുട്ബോൾ ഉണ്ടായില്ല, സ്പോർട്ടിംഗ് മിഷൻ ഉണ്ടായില്ല. ഇപ്പൊ റയൽ ഏതാണ്ട് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് റയലിന്റെ DOF ആരാന്നൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് ആരാ അങ്ങനത്തെ ഒരു സംഭവം പെരേസ് തീരുമാനിക്കുന്ന പാപ്പ പെരേസ് ആണ് എല്ലാം തീരുമാനിക്കുക എന്ന് പറയുന്ന പോലെ ഇവിടെ ഈ ചങ്ങാതി ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ തുടങ്ങി. സർ അലക്സ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നല്ല സ്ക്വാഡ് ഉണ്ടായിരുന്നു, റൊണാൾഡോ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അല്ല ആ സമയത്ത് ഞാൻ പറഞ്ഞു അതിന് മുമ്പത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, ഇൻവെസ്റ്റ്മെന്റ് ഫ്രം ദ പാസ്റ്റ്. ഇപ്പൊ മറ്റേ ജോസെ മൊറിനോ ഇന്റർവ്യൂ വേറെ ദേ പ്ലേ ഇഫ് ദേ പ്ലേ ഇൻവെസ്റ്റ്മെന്റ് ഫ്രം ദ പാസ്റ്റ്. പുള്ളിക്കാരൻ മാൻ സിറ്റിനെ കമ്പയർ ആയിട്ടാണ് പറഞ്ഞത്. കാരണം പുള്ളി ഉണ്ടാകുന്ന സമയത്ത് കുണ്ണഗേറയും അതുപോലെ തന്നെ ഡെബ്രോയിനൊക്കെ പെപ്പ് വരുന്നതിന് മുമ്പേ അവിടെ ഉണ്ടായിരുന്നുള്ളതാണ് പുള്ളി പറയുന്നത്. എന്ന് പറയുന്ന പോലെ പിന്നെ അതിനുശേഷം സാർ അലക്സ് 2013 പോകുന്ന സമയത്ത് ക്ലബ്ബ് സ്ക്വാഡ് ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ആയിരുന്നു. അവരെ ഒരു മോശം ഒരു സൈക്കിൾ തീരുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹെവി ആയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷേ വീണ്ടും കോമ്പറ്റീറ്റീവ് ആയിട്ട് പിടിച്ച് നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണമെങ്കിൽ തീർച്ചയായും സ്പെൻഡ് ചെയ്യണം. അവിടെ വന്ന മിസ്റ്റേക്കുകളാണ് പിന്നീട് ക്ലബിനെ താഴേക്ക് വലിച്ചിട്ടത്. ഒരു പരിധി വരെ അംഗീകരിക്കുന്നു. പക്ഷേ ഇത് വൈസ് സ്പെൻഡിങ് എന്ന് പറയുന്നത് ഇത് കറക്റ്റ് അപ്പോയിന്റ്മെന്റ് വരെ യുണൈറ്റഡിന് ഒരിക്കലും ആർസണലിന്റെ പോലത്തെ ഒരു മോശം സ്ക്വാഡ് ലെവലിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ആർസണലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആർസണലിലെ പണ്ടത്തെ സ്ക്വാഡ് എന്നൊക്കെ പറഞ്ഞു ഒരാളെ പോലും എനിക്ക് ഒരു പോപ്പുലർ പ്ലെയർ എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്ത സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2008 ആരായിരുന്നു ആർസണലിലെ ഫേമസ് പ്ലെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അർഷാവിനൊക്കെ ആ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും 10 പേര് അറിഞ്ഞു തുടങ്ങി. അങ്ങനത്തെ പ്ലേയേഴ്സ് ഒക്കെ ആയിരുന്നു. ജെർവീനിയോ ഒക്കെ ആണെങ്കിൽ വിങ്ങി കളിച്ചോണ്ടത്. പിന്നെ വാൻ പേഴ്സി ഉണ്ടായിരുന്നു പേരിന്.
ഇത് ആരെങ്കിലും പൊങ്ങി വന്ന അപ്പൊ തന്നെ വേറെ പക്ഷെ അതിന് ക്ലബിലേക്ക് വേറെ കാര്യമുണ്ടല്ലോ, കപ്പ് അടിക്കാത്തോണ്ടാണ് ഇപ്പൊ വാൻ പേഴ്സിക്ക് യുണൈറ്റഡിൽ പോകാനൊരു കാരണമുണ്ടല്ലോ. അതെ അതെ, കപ്പടിക്കാത്തതുകൊണ്ടാണ് പോകട്ടെ. അതിന്റെ ഞാൻ പറഞ്ഞത് കമ്പാരിറ്റീവ്ലി. പക്ഷെ ആർസണൽ ഒരിക്കലും 15 പോയി ഒന്നും ഫിനിഷ് ചെയ്തിട്ടില്ല, ഫിനിഷ് ചെയ്യൂല. അത് ആ ഒരു ക്ലബ്, ഒരു ഫുട്ബോൾ ടീം തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു. യുണൈറ്റഡ് ഒരിക്കലും ആ ഈ 15 സ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഫിനിഷ് അങ്ങനത്തെ ഒരു ഇല്ലാത്തേക്ക് പോകണമെന്നല്ല. ഇപ്പൊ തേടാ ഞാൻ പറഞ്ഞത് ആ ഒരു ഇതിനകത്തേക്ക് ഇപ്പൊ ഓവർലി നമ്മള് ഇവരാണ് മോശം എന്ന് പറയുന്നതിനേക്കാളും ഉപരി ഫുട്ബോളിലും പ്രശ്നമുണ്ട്. നമ്മൾ മുകളിലേക്ക് പോകുന്നതിനേക്കാളും ഉപരി താഴത്തെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റിൽ പ്രശ്നങ്ങളുണ്ട്, പ്ലേയേഴ്സ് അങ്ങോട്ട് തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇവർക്ക് ഇന്റേണലി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡിന്റെ സെപ്പറേറ്റ് ടോപ്പിക്കാണ്, നമുക്ക് വേണമെങ്കിൽ 2 മണിക്കൂറും സംസാരിക്കാം. പുള്ളി പറഞ്ഞു വരുന്നതിന്റെ ചിലപ്പോൾ ഞാൻ റീഫ്രൈസ് ചെയ്ത് ഞാൻ ഫാൻസ് ഒരു പ്രശ്നമാണെന്നാണ് പുള്ളി പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നു, ഷാവി ആണെങ്കിൽ യുണൈറ്റഡിന്റെ 8th കണ്ട ലീഗിൽ ഇത് ചെയ്തപ്പോഴത്തേക്കും പുള്ളി ഒരു അനാലിസിസ് പറയുന്നുണ്ടായിരുന്നു, ബാഴ്സ 8th ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാൻസ് ഇങ്ങനെ ചാൻഡ് ചെയ്യത്തില്ല. അത് സപ്പോർട്ട് ഒരു പ്രശ്നമാണോ? എനിക്ക് ചില സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഈ മാച്ച് ഗോയിങ് ഫാൻസ് അവര് എന്ത് സംഭവിച്ചാലും ടീമിനെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ കാരണം ഇപ്പോൾ ഓൺലൈനിലൊക്കെ പലപ്പോഴും കാണാറുണ്ട്, ഇപ്പൊ AC മിലാനൊക്കെ ഒരു ചെയ്തിട്ടുണ്ട്, അവര് ഗെയിമിന് പോവാതിരുന്നിട്ട് ഓണേഴ്സിനെ പുറത്താക്കാനായിട്ട് അവർ അങ്ങനെ ഒരു ചില പ്രൊട്ടസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ശ്രമങ്ങൾ എന്തുകൊണ്ട് ഇവിടെ യുണൈറ്റഡ് നടത്തിക്കൂടാ? പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ അവിടെയൊക്കെ ചെല്ലുമ്പോഴാണെങ്കിൽ ആൾക്കാർ ഭയങ്കര എന്തൂസിയസ്റ്റിക് ആണ്. ഈ ഒരു കളി കാണാൻ പോവുക, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, കളി കാണാൻ പോകണം, എനിക്ക് അവിടെ പോയി ഒരു ബിയർ അടിക്കണം, ടീമിനെ ചാൻഡ് ചെയ്യണം, ആ ഒരു മൈൻഡ് സെറ്റിലാണ് ആൾക്കാർ ഇതിന് പോകണം. അപ്പോൾ അവർ പറഞ്ഞ ഇതിന് പണ്ടത്തെ ഇതിലും മോശപ്പെട്ട കാലം ഉണ്ടായിരുന്നു, അതിലൊക്കെ നമ്മൾ സർവൈവ് ചെയ്യാൻ ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവർ ഇപ്പോഴും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ആ ഒരു ലെവലിലാണ് അവർ ഈ മാച്ച് ഗോയിങ് ഫാൻസ് ആയിട്ടുള്ള ടോപ്പ് റെഡ്സ് എന്ന് പറയുന്ന ആൾക്കാരെയാണ്. പണ്ടത്തെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോഴായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 2011-12 ലാസ്റ്റ് ടൈം 2 ടീം സെയിം പോയിന്റിൽ ഫിനിഷ് ചെയ്യുന്നത്. അഗ്വേറോ എന്നല്ലാതെ വേറെ എന്തെങ്കിലും ഒരു സിറ്റി മൂവ്മെന്റ് ഓർമ്മയുണ്ടോ? ഏത് 11-12 കമ്പനിയുടെ ഒരു ഹെഡർ ഉണ്ട്, ആരായിട്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആക്ച്വലി ഞാൻ ഫുട്ബോൾ കണ്ടു തുടങ്ങിയത് 2014 ശേഷം. ഞാൻ 2014 ഞാൻ കണ്ടിട്ടുണ്ട്. So was that the beginning of end of an era 2011-12? ഏത് യുണൈറ്റഡിന്റെ? അത് ഏറെക്കുറെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം പറയുന്ന പോലെ തന്നെ സ്ക്വാഡിൻ്റെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, സർ അലക്സ് പോകുന്നു, അങ്ങനെ ഒരു പുള്ളിക്കാരന് ശരിക്കും പോകുന്ന സമയത്ത് സർപ്രൈസ് ആയിട്ടാണ് അത് വന്നത്. കാരണം പുള്ളിയുടെ വൈഫിന് എന്തോ ഇഷ്യൂ പേഴ്സണൽ ഇഷ്യൂ കാരണം എന്തോ ഡിസീസ് അല്ല, അത് ആളുടെ സിസ്റ്റർ മരിക്കുമോ, വൈഫിന്റെ സിസ്റ്റർ മരിക്കും. അപ്പൊ അങ്ങനെ പുള്ളിക്കാരൻ അദ്ദേഹത്തിന് ബ്രേക്ക് എടുക്കേണ്ടി വന്നു. പ്രായമായ ആൾക്കാരാണ്, 70 വയസ്സിന് മുകളിലാണ്. പക്ഷെ ഒരു അതിനകത്ത് തോന്നിയത് എനിക്ക് പേഴ്സണലി തോന്നിയ സംഭവം എന്ന് വെച്ചാൽ, ഇത്രയും വർഷം ഉണ്ടായിട്ടും അങ്ങനെ ഒരു ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റൈല് ഫുട്ബോളോ അല്ലെങ്കിൽ ഒരു എന്താണ് യുണൈറ്റഡിന്റെ ഇതൊന്ന് ജസ്റ്റ് ഗോ ആൻഡ് പ്ലേ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, റിസൾട്ട്സ് ഉണ്ടെങ്കിൽ നിൽക്കും. വൺസ് ആ റിസൾട്ട്സ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവര് ഫയർ ചെയ്ത് അടുത്ത ആൾ അപ്പോയിന്റ് ചെയ്യും. അതിനൊരു കോർപ്പറേറ്റ് ഹയർ ആൻഡ് ഫെയർ മെന്റാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ അടുത്ത ആൾ അപ്പോയിന്റ് യു കീൻ കീപ് ഓൺ എക്സ്പെരിമെന്റിങ്. ഇവിടെ വേണ്ടി അതായത് ഒരു മാനേജർ ഏതെങ്കിലും ഒരു പോയിന്റിൽ വരും, അയാള് ഈ ബയണും സെയിം ഫിലോസഫി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഒരു നല്ല മാനേജർ ഏതെങ്കിലും പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ യു കീപ് ഹിം. ഡെൽബോസ്കിയെ കീപ്പ് ചെയ്തിട്ടില്ല നമ്മള്, ചാമ്പ്യൻസ് ലീഗ് അടിച്ചു. ഇവര് അലക്സ് ഫെർഗസൺ യുണൈറ്റഡിൽ 25 years 25 yearsല് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാൾ അടുത്ത ആൾ ഇൻഹെറിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാക്കി പ്രോപ്പറായിട്ട്. എങ്ങനെ പോയാലും പെപ്പിന്റെ ഒരു ഡിസൈപ്പിൾ ആയിരിക്കും, പെപ്പിന്റെ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരാളെ തന്നെ ആയിരിക്കാം മോസ്റ്റ്ലി അപ്പോയിന്റ് ചെയ്യാൻ. സിറ്റിയുടെ ഇപ്പോഴത്തെ DNA ഭാഷയുടെ DNA ആയിരിക്കും. അല്ല, ബാർസയുടെ DNA എന്ന് പറയാനായിട്ട് എന്താണ് ബാർസയുടെ DNA? ടോട്ടൽ ഫുട്ബോൾ. യെസ്, ഈ സെയിം സാധനം തന്നെയാണ് പെപ്പ് ബയണിലോട്ടും കൊണ്ടുപോയത്. അവിടുന്ന് DNA ടോട്ടൽ ഫുട്ബോൾ എന്ന് ഞാൻ പറയത്തില്ല. പെപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഹി ട്രൈഡ് ഇംപ്ലിമെന്റിങ് ഇറ്റ്. അതാണ് ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞിട്ട് വാട്ട് വിൽ ലൈക്ക് ആരാണ് ഇൻഹെറിറ്റ് ചെയ്യാൻ പോകുന്ന സിറ്റി? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ യുണൈറ്റഡിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റാത്താണ്. അല്ല, ആസ് ഓഫ് നൗ ഇപ്പൊ അവര് പറയുന്നത് ഒരു മരസ്ക അല്ലെങ്കിൽ കമ്പനി എന്തായാലും ഇപ്പൊ ഉടനെ ഉണ്ടാവില്ല. ബിക്കോസ് കമ്പനി കപ്പടിച്ചു കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ ആവുന്നത്. അല്ല, അത് കഴിഞ്ഞിട്ടും പുള്ളി പറയുന്നത് അല്ലെങ്കിൽ പുള്ളിയുടെ അറ്റാച്ച്മെന്റ് ടുവേർഡ് സിറ്റി ഒരു വലിയ ആസ്പെക്ടും കൂടിയാണ്. പുള്ളിനെ ഫ്യൂച്ചറിൽ ഇങ്ങോട്ട് വരുത്താനായിട്ട് അല്ലെങ്കിൽ ഷാബി അലോൺസോ എന്തുകൊണ്ടാണ് ലെവർക്യൂസൻ നിന്ന് റയലിലോട്ട് വരാൻ ഒരു മേജർ റീസൺ ബിക്കോസ് ഹി പ്ലേഡ് ഫോർ എമിറേറ്റ്സ്. പക്ഷേ പക്ഷെ ലിവർപൂളിന് ആ സമയത്ത് മാനേജറിന് ആവശ്യം ഉണ്ടായിരുന്നു. അതായത് ഈ സ്ലോട്ടിന്റെ ഫസ്റ്റ് സീസൺ ഹി വാസ് ഗുഡ്. സെക്കൻഡ് സീസണിലാണല്ലോ പുള്ളി ലിവർപൂൾ ട്രൈഡ് എ ലോട്ട് ടു ഗെറ്റ് ഷാബി.
ആൻഡ് ചാബി സെഡ് നോ. അല്ല, ആർനെ സ്ലോട്ടിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുന്നേ ആയിരിക്കും. ആർനെ സ്ലോട്ടിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ അതിപ്പോ അവരെല്ലാരും നോക്കുന്നു. എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ള സിറ്റിക്ക് ഒരു റിയാലിറ്റി ചെക്ക് കിട്ടാൻ പോകുന്നത് പെപ്പിനെ സാക്ക് ചെയ്യുമ്പോഴായിരിക്കും. ബിക്കോസ് പെപ്പിൻ ഇപ്പോഴത്തെ സിറ്റി സ്ക്വാഡ് എടുത്തു പോയി കഴിഞ്ഞാൽ അത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ പെപ്പ് അവിടെ ഉള്ളതുകൊണ്ടാണ്. അല്ലാണ്ട് സ്ക്വാഡ് തന്നെ പെർഫോം ചെയ്യും. ഏത് മാനേജർ വന്നാലും വർക്ക് ചെയ്യുന്ന സ്ക്വാഡ് അല്ല പെപ്പിന്റെ സിസ്റ്റം. അതിന് വയസ്സായിട്ടുള്ള അടുത്ത മാനേജർ വരണം. ഇത് വെറുതെ നമ്മൾ പെപ്പിന്റെ ഡിസൈപ്പിൾ ആണ് ഇതേപോലെ വർക്ക് ചെയ്യുന്ന വിചാരിച്ചാൽ നടക്കില്ല. ആഴ്സണലിൽ ഇപ്പൊ അങ്ങനെ ഒരു പ്ലെയർ ഉണ്ടോ? ആർട്ടറ്റ പോയി കഴിഞ്ഞാലും വർക്ക് ചെയ്യുന്ന ഉറപ്പുള്ള പ്ലേയേഴ്സ് ഉണ്ട് ആഴ്സണലിൽ ഇപ്പൊ? 100%. എനിക്ക് തോന്നുന്നില്ല. ആർട്ടറ്റ പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന തോന്നുന്ന പ്ലേയേഴ്സ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആർട്ടറ്റ സാക്ക് ചെയ്യണമെന്നും പറയണേ. അല്ല, ആക്ച്വലി ആ സിസ്റ്റം അങ്ങനെ വർക്ക് ചെയ്യുന്നു. ആർസണൽ അങ്ങനെ കളിക്കുന്നു. നിലവിലെ സിസ്റ്റം അതേപറ്റി പറയുമ്പോൾ നിലവിലെ സിസ്റ്റത്തെ പറ്റി എന്താണ് അഭിപ്രായം? അല്ല, നിലവിലെ സിസ്റ്റം നിങ്ങള് 22-23 ക്യാമ്പയിൻ, ഞങ്ങളുടെ ട്രിപ്പിൾ വിന്നിംഗ് ക്യാമ്പയിനില് നല്ല കളിയാണ്. ആക്ച്വലി പ്ലേഡ് റിയലി ഗുഡ് ഫുട്ബോൾ. റിയലി ഗുഡ് ഫുട്ബോൾ. എനിക്ക് അതിനകത്ത് ഇത് ഭയങ്കര സബ്ജക്റ്റീവ് സാധനമല്ലേ? വാട്ട് ഈസ് റിയലി ഗുഡ് ഫുട്ബോൾ? ബിക്കോസ് ഐ പ്ലീസിംഗ്. അതെ, ദാറ്റ്സ് വാട്ട് ദാറ്റ്സ് വെരി സബ്ജക്റ്റീവ്. അത് അല്ല, ഇല്ല ഇപ്പൊ കോർണറിൽ നിൽക്കാതെ ബോൾ എല്ലായിടത്തും ഇല്ല അതാ ഞാൻ എനിക്ക് ഐ പറഞ്ഞു. പ്ലീസിംഗ്. അത് ആർസണലിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലേ അത്? ലൈക്ക് എങ്ങനെ കളിക്കും, ഇങ്ങനെയും കളിക്കും. പക്ഷെ ഇങ്ങനെ മാത്രമേ ഇപ്പൊ അങ്ങനെ കളിക്കാറില്ലല്ലോ. ഇല്ല, കളിക്കില്ല. ബിക്കോസ് ലീഗ് ഈസ് ഡിമാൻഡിങ് ദിസ്. റിസൾട്ട് ഇതേ ആൾക്കാരില്ല. അതെന്തുകൊണ്ടാണ് ആ സമയത്ത് ചെൽസിയുടെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും പറഞ്ഞ പ്രശ്നം ഇല്ല, ഞാൻ ഇതിനെ പറ്റി വലിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. വൈ ഈസ് ഫുട്ബോൾ ഗോയിങ് ബാക്ക് ടു ഡിഫെൻസീവ് ഫുട്ബോൾ എന്ന്. മെയിൻലി ബിക്കോസ് പണ്ടത്തെ ഫുട്ബോൾ അല്ല ഇപ്പൊ പണ്ട് 22-23 എടുത്തു കഴിഞ്ഞാൽ ഇൻവേർട്ടിംഗ് ഫുൾ ബാക്ക് കളിക്കുന്ന എത്ര പ്രീമിയർ ലീഗ് ടീംസ് ഉണ്ടായിരുന്നു? ഒരു 7-8 ഞാൻ കാണിച്ചു തരായിരുന്നു. ഇപ്പൊ എത്ര ഇൻവേർട്ടിംഗ് ഫുൾ ബാക്ക് കളിക്കുന്ന സിസ്റ്റം ഉണ്ട്? എക്സ്ട്രാ മാൻ ഇൻ മിഡ്ഫീൽഡ് എക്സ്പെരിമെന്റ് ചെയ്യുന്ന എത്ര ടീംസ് ഉണ്ട്? ചെയ്യില്ല. എവരി വൺ ഈസ് ഗോയിങ് മാൻ ടു മാൻ. എല്ലാ 4 സെന്റർ ബാക്സ് വെച്ച് കളിക്കുന്ന ഒരു സിസ്റ്റം വരെ നമ്മൾ ലാസ്റ്റ് സീസൺ കണ്ടു. ഇനി കുറച്ചുകൂടി ഡിഫെൻസീവിലേക്കാണ് ഈ സീസൺ പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ലോങ് ത്രോയിങ് കൂടുന്നത്, അതുകൊണ്ടാണ് കോർണേഴ്സ് കൂടുന്നത്. ലോങ് ത്രോയിങ് എടുക്കുന്ന ഏറ്റവും കൂടുതൽ എടുക്കുന്ന ടീം ആർസണലല്ല, ബ്രെൻഫോർഡ് ആണ്. എന്തുകൊണ്ടാണ്? അവർക്ക് ബുദ്ധിയില്ലാത്തല്ലോ. ആർസണൽ കളിക്കുന്ന അവർ കോപ്പി അടിക്കാണോ? സണ്ടർലാൻഡ് എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്? ഞാൻ BBC-യുടെ ഒരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അലക്സ് ഓവൽ എഴുതിയിരുന്ന ആർസണൽ ഈസ് വിന്നിംഗ് ഇൻ 1-0. പ്രീമിയർ ലീഗിന്റെ ഹിസ്റ്ററിയിൽ 1.96 ഗോൾസിൽ ഇത്രയും നാൾ ടോപ്പ് 1 ആയിട്ടിരുന്നത്. ഇതിനു മുമ്പ് ലീസ്റ്റർ സിറ്റി മാത്രമല്ലായിരുന്നു 1.7 കണ്ടുള്ള. ഗോൾ അടിക്കാനല്ലേ കാണാനല്ലേ ആൾക്കാർ വരുന്നത്. 1-0 ടു ദി ആർസണൽ പാട്ട് കേട്ടിട്ടുണ്ടോ? എന്തെങ്ങനെയാ പാട്ട് വന്നത്? 1-0 ടു ദി ആർസണൽ പാട്ട് എങ്ങനെയാ വന്നത്? എനിക്ക് മനസ്സിലായില്ല. 1-0 ടു ദി ആർസണൽ ഇസ് എ ഫേമസ് സ്റ്റാൻഡ്. അതെങ്ങനെയാ വന്നേ? എനിക്കറിയില്ല. പണ്ട് ആർസണൽ 1-0 മാത്രമേ ജയിക്കാറുള്ളൂ, ജോർജ് ഗ്രഹാമിന്റെ കാലത്ത്. അത് അതുകൊണ്ടാണ് 1-0 ടു ദി ആർസണൽ ഇസ് എ ഫേമസ് സ്റ്റാൻഡ്. അത് പണ്ടത്തെ ആർസണൽ ഡിഗൻ അതായിരുന്നു, 1-0 മാത്രമേ ജയിക്കാറുള്ളൂ. ആ സീസണിൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇന്ന രീതിയിൽ കളിക്കണം അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഏത് രീതി, ഇപ്പൊ ഡിഫൻസീവ് ഫുട്ബോൾ കളിക്കണം, ഡിഫൻസീവ് ഫുട്ബോൾ കളിക്കാം, അല്ലെങ്കിൽ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാം. അതിപ്പോ ഓരോരുത്തർ തീരുമാനം, എല്ലാവരും ഒരേ സ്റ്റൈൽ കളിക്കുന്നത് ശരിയല്ല. പക്ഷെ ഇവരുടെ ഇതിനകത്ത് ചില കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന പോലെ പിടിച്ചു കളിക്കുക, അല്ലെങ്കിൽ കോർണറിൽ വെക്കുമ്പോ കഴിഞ്ഞ ഇപ്പൊ ആർസണൽ സിറ്റി യുണൈറ്റഡ് ഈ സീസൺ ഒരുപാട് സെറ്റ് പീസ് ഗോൾ അടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉണ്ടാവില്ല. ഇങ്ങനെ ചോദിക്കാം, ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാണ്. 22-23 സ്റ്റൈലാണോ ആസ് എൻ ആർസണൽ ഫാൻ താങ്കൾ പ്രിഫർ ചെയ്യുക, അത് ഇപ്പോഴത്തെ സ്റ്റൈൽ ഫുട്ബോൾ? I don't care. I don't seriously don't care എങ്ങനെ കളിച്ചു. I just want to win games. ഇതിപ്പോ എങ്ങനെ കളിച്ചാൽ എനിക്ക് എന്താ? എന്റെ ടീം ജയിച്ചാൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. എങ്ങനെ കളിച്ചാൽ എന്താ? അത് ഹാൻഡ് ബോൾ അടിച്ച് ഗോൾ അടിച്ചാലോ ഡിഫൻസീവ് ഗോൾ അടിച്ചാൽ എനിക്ക് എന്താ? I don't care. സിറ്റി എപ്പോഴും ഫോർവേഡ് കളിക്കുന്ന ടീമൊന്നും അല്ല. സിറ്റി ഈ സീസൺ സിറ്റി ആർസണൽ വന്നിട്ട് പാർക്കിംഗ് ദിവസം എന്ന് പറഞ്ഞാൽ അമ്മാതിരി പാർക്കിംഗ് ദിവസമായിരുന്നു. ആർക്കും ഒരു പരാതി ഇല്ല. സിറ്റി അങ്ങനെ കളിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു പരാതി ഇല്ല. അത് എത്ര കളി ഇല്ല. എണ്ണ എന്തിനാ അത് അങ്ങനെ കളിക്കുന്നു? അല്ല, ഞാൻ പറയാം, നിങ്ങൾ പ്യൂർലി റിസൾട്ട് ഓറിയന്റഡ് ഫുട്ബോൾ ആണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ പറയുന്ന പ്ലേയിങ് സ്റ്റൈലിന് ഒരു സിഗ്നിഫിക്കൻസ്. അതാണ് I don't care. സോ ഇപ്രാവശ്യം കപ്പടിക്കോ? ഇപ്രാവശ്യം കപ്പടിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അടിക്കാൻ ചാൻസ് ഉണ്ടോ എന്നാണ് ചോദ്യം. എനിക്ക് തോന്നുന്നത് ചാമ്പ്യൻസ് ലീഗ് അടിക്കാനാണ് ചാൻസ് കൂടുതൽ കമ്പയർ ടു പ്രീമിയർ ലീഗ്. ബയൺ അടിച്ചിടും. ബയൺ അടിച്ചിട്ടുണ്ട് ഈ സീസൺ. മേ ബി ചാൻസ് ഉണ്ടാവും. വെനസ്ഡേ ആണ് അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ആർസണൽ മാച്ച് ഉള്ളത്. ലോ ബ്ലോക്ക് ഫുട്ബോളിന്റെ പീക്ക് ആയിരിക്കും ആ മാച്ച്. ഈ സീസൺ ആർസണൽ അത്ലറ്റിക്കോ കളി ഉണ്ടായിരുന്നല്ലോ. 4-0 ആർസണൽ ജയിച്ച. ഗോൾസ് അടിക്കും. ലോ ബ്ലോക്കിൽ ഗോൾസ് ഉണ്ടാവണമെന്നില്ലല്ലോ, ഉണ്ടാവരുന്നില്ലല്ലോ. ഇല്ലല്ലോ, ഈ പറയുന്ന പോലെ ലോ ബ്ലോക്ക് കളി ആയിരുന്നില്ല. അത് കളി കണ്ടവർ അങ്ങനെ പഴയ പോലെ ഒന്നും അത്ലറ്റിക് അങ്ങനെ പഴയ പോലെ ഹറാം ഫുട്ബോൾ ഞാൻ പറയത്തില്ല. മെട്രോപൊളിറ്റൻ സിമിയോണി ഡിഫറെന്റ് ആണ്. സോ വാട്ട് ഈസ് യുവർ സ്ട്രാറ്റജി? ലൈക്ക് വാട്ട് ആർ യുവർ ഗൈസ് സ്ട്രാറ്റജി ദേർ?
ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ പ്ലെയർ ടു പ്ലെയർ നോക്കിക്കഴിഞ്ഞാൽ ആർസണലിന്റെ പ്ലെയറിന്റെ ക്വാളിറ്റി ഇസ് ഫാർ ബെറ്റർ ദാൻ അത്ലറ്റിക്കോസ് പ്ലെയേഴ്സ്. അവരുടെ മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ ആർസണലിന്റെ മിഡ്ഫീൽഡ് ഇസ് ഫാർ ബെറ്റർ. സോ ഇഫ് യു ടേക്ക് ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ടേക്ക് ലൊറാൻഡെ എടുക്കുകയാണ്. യൊറന്റെ ഇസ് ഡിഫറെന്റ് ബ്രീഡ്. ഇൻഡിവിജ്വലി നിങ്ങൾ പറഞ്ഞല്ലോ യൊറന്റെ ഇസ് ഡിഫറെന്റ് ബ്രീഡ്. പക്ഷെ യൊറന്റെ മാത്രം ഒരു ഫംഗ്ഷനിങ് സാധനമല്ല. യൊറന്റെ അൽവാരസ് അങ്ങനത്തെ there are matches where in Atletico one man ഷോയിൽ കളി ജയിപ്പിക്കുന്ന ടീം സ്പെയിനിൽ മോർ ഓഫ് ഒരു ലോറന്റെ ഒറ്റ ഒരാൾ ചിലപ്പോൾ കളി ജയിക്കാം. കളി ജയിക്കാൻ പറ്റില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈവൻ അൽവാരസ് ഇപ്പൊ അൽവാരസ് എമിറേറ്റ്സിൽ ഒന്ന് കളിച്ചപ്പോൾ അൽവാരസ് ഒറ്റയ്ക്ക് കളിച്ച് ക്രോസ് ബാറിൽ അടിച്ച കുറെ ഷോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഡിഫെൻസീവ്ലി ആർസണൽ ഭയങ്കര സ്ട്രോങ് ആണെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ലൈക് സാലിബ ഗബ്രിയൽ ഒരു കൂട്ടുകെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ഇൻ യൂറോപ്പാണ്. അപ്പോൾ ആ ഡിഫൻസിൽ ഊന്നി നിന്നാണ് ആർസണൽ അങ്ങനെയാണ് കളിക്കേണ്ടത്. റീസെന്റ് കണ്ടൊരു സംഭവമാണ്. ഇപ്പൊ ആഴ്സണലിന്റെ ഡിഫൻസിന് 4 പേര് ചേർന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്സണൽ അത് ഓവർകം ചെയ്ത് മിഡ്ഫീൽഡിലേക്ക് പ്രോഗ്രഷൻ വരില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ കളി ഹാവേർട്സ് കളിച്ചത്. അപ്പോഴാണ് പ്രസ് ബൈപ്പാസ് ചെയ്ത് ഹാവേർട്സിന് ബോൾ എത്തിയത്. അത് ആർസണൽ പ്ലേയേഴ്സ് ഉണ്ട്, ഇവരൊന്നും ഫിറ്റ് അല്ലായിരുന്നു കളി. അപ്പൊ അതുകൊണ്ടാണ് ഹാവേർട്സിന് യോക്കറസും ഹാവേർട്സും ഉള്ളതുകൊണ്ട് പ്രസ് ബൈപ്പാസ് ചെയ്യാൻ പ്ലെയർ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ പ്രാവശ്യം ഹാവേർട്സ് കളിച്ചപ്പോൾ അതിന് ഡിഫറൻസ് വന്നു. പക്ഷെ നിങ്ങള് കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്തത് ഇപ്പോ ലീഗ് കപ്പ് ഫൈനൽ എടുത്താൽ ഇതിനകത്താണെങ്കിലും ഒന്ന് വിങ് ആയിരുന്നു. അപ്പൊ രണ്ടാമത്തെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മിഡ്ഫീൽഡും നിങ്ങളുടെ അറ്റാക്കേഴ്സും തമ്മിലുള്ള ലിങ്ക് പ്ലേ വളരെ മോശമായിരുന്നു. അപ്പൊ ഈ അതിനകത്ത് സെക്കൻഡ് ഗോള് ഇപ്പൊ കഴിഞ്ഞ കളിയില് ആർസണൽ സിറ്റി 2-1 ജയിച്ച കളിനകത്ത് ഡോണറൂമയുടെ ഒരു പാസ് ചെയ്യുന്നതാണ് ഇത് ഒറിജിനൽ. അപ്പൊ ആ ഒരു സെക്ഷൻ അവിടെ ആരും ഇല്ല, പ്രസ് ചെയ്യാനും കവർ ചെയ്യാനായിട്ട് ആരും ഇല്ല ബേസിക്കലി പോട്ട്. അപ്പൊ അത്രയും ഏരിയ സിറ്റിക്ക് ഈസിലി പ്രോഗ്രസ് ചെയ്യാൻ പറ്റി. അറ്റ് ദ സെയിം ടൈം ആർസണലിന്റെ കളിനകത്ത് മീൻസ് സിറ്റി ഇവർക്കെതിരെ കളിക്കുമ്പോൾ ആ ഒരു ഏരിയ ഫുൾ കവേർഡ് ആയിരുന്നു. ഐ വുഡ് സേ സിറ്റി വെർ മോർ വൾണറബിൾ ടു ആർസണൽ അറ്റാക്സ് ഒരു സർട്ടൻ പോയിന്റ് വരെ. കാരണം എസയുടെ ഒരു ഷോട്ട് മറ്റേ പോസ്റ്റിന്റെ ഉള്ളിൽ കൊണ്ടുപോയി, അല്ലാണ്ടും കുറെ ചാൻസസ് ഉണ്ടായിരുന്നു. ജസ്റ്റ് ദാറ്റ് അന്നത്തെ ദിവസം നിങ്ങൾക്ക് ചാൻസ് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഞാനിപ്പോ സ്റ്റൈൽ പ്ലേയുടെ കാര്യം ചോദിച്ചോണ്ട് പറയാം. ഇപ്പൊ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തപ്പോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും ഇപ്പൊ ഹൈ ലെവൽ ഗെയിംസ് ഇപ്പൊ ഈ അത്ലറ്റിക്കോ ആയിക്കോട്ടെ ഫൈനലിലൊക്കെ റിസൾട്ട് കിട്ടാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇല്ല, ഇപ്പൊ ഒരു കളി കളിച്ച അതേ ടാക്ടിക്സ് അടുത്ത കളിയിൽ ഒരിക്കലും കളിക്കുന്നില്ല. അപ്പൊ ആർസണൽ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് സിറ്റി ആയിട്ട് കളിപ്പിക്കണമെന്ന് എനിക്കൊരു പ്രൊഡിക്ഷൻ ഉണ്ടായിരുന്നില്ല. പ്ലേയേഴ്സ് ടേൺഡ് അപ്പ് അങ്ങനത്തെ ഒരു ഇതിനകത്തേക്ക് വന്നു, അങ്ങനെ അവർ കളിച്ചു. അതിന് മുന്നേ ഒരു മെന്റാലിറ്റി ആസ്പെക്ടിൽ ഐ കാൻ സേ എനിത്തിങ്. ഇപ്പൊ ചാമ്പ്യൻസ് ലീഗിൽ ഇതുവരെ ഒരു കളി പോലും തോറ്റിട്ടില്ല. അതിനകത്ത് മെന്റാലിറ്റി ഇല്ലാണ്ട് നമുക്ക് ചാമ്പ്യൻസ് ലീഗിൽ ഏതെങ്കിലും കളി കളിക്കാൻ പറ്റുമോ? ടീമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാണ്, തിയോ വാൽക്കോട്ട് ആണെങ്കിൽ 2008 യുണൈറ്റഡുമായിട്ട് ഇപ്പോഴത്തെ ആർസണൽ ടീമിനെ കമ്പയർ ചെയ്തിട്ടുണ്ട്. അതിന് എവരെ പറഞ്ഞത് ഇറ്റ്സ് എ മെനസ് ടു സൊസൈറ്റി എന്ന്. വാൽക്കോട്ട് ഈസ് ഡെലൂഷണൽ. ഇപ്പോഴത്തെ ടീമിനെ തോൽപ്പിക്കാൻ പറ്റില്ല, അത് ഞങ്ങളെ തല്ലിപ്പൊടി ടീം. മനസ്സിലായില്ലേ? നിങ്ങൾ എങ്ങനെയാണ് ലൈക്ക് ആർ യു ഗൈസ് കമ്പയറബിൾ ടു, ഞാൻ ഈക്വൽ ആണത്, ആർ യു ഗൈസ് കമ്പയറബിൾ ടു യുണൈറ്റഡ് 2008? കമ്പയർ ഞാൻ പറയില്ല, അതിപ്പോ ഒരിക്കലും പറയാൻ പറ്റില്ല. വൺസ് യു സ്റ്റാർട്ട് വിന്നിംഗ് ആണ് എന്തെങ്കിലും ഒരു വേറൊരു വിന്നിംഗ്. So no, I'm talking about individual players. Individual players. Let's take Ronaldo, Rooney, Tevez. Who are you objecting on? റൊണാൾഡോ, റൂണി, ടെവസിന്റെ ഫ്രണ്ട് ത്രീ ക്വാളിറ്റി ഒരിക്കലും ആർസണലില്ല. അത് നമുക്ക് മിഡ്ഫീൽഡിലോട്ട് പോയി കഴിഞ്ഞാൽ ലൈക്ക് കാരിക് ഉണ്ടായിരുന്നു, സ്കോൾസ് ഉണ്ടായിരുന്നു, ഗിഗ്സ് ഉണ്ടായിരുന്നു. മിഡ്ഫീൽഡിൽ നിങ്ങളായിട്ട് കമ്പയർ ചെയ്ത് മിഡ്ഫീൽഡ് തൊട്ടടുത്തെങ്കിലും ഉണ്ടെന്ന് പറയാം. മിഡ്ഫീൽഡ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫെർഡിനാൻഡ്, വിഡിച്ച്, എവറ ഓൾമോസ്റ്റ് ഓൺ പാറാണെന്ന് ഞാൻ പറയും. ആണോ? സാലിബ, ഗബ്രിയൽ, ടിംബർ, കാലഫിയോറി ഇവര് ട്രോഫി ഒക്കെ അടിക്കണേ നമുക്ക് സമ്മതിക്കാം. പക്ഷെ എനിക്ക് തോന്നിയിരിക്കണത് ട്രോഫി അടിക്കാനുള്ള ടീമൊക്കെ ഉണ്ട് ആർസണലിൽ. അതാണ് എന്റെ ഒരു ചോദ്യം. അതാണ് ആർസണലിന് ഹൈ ലെവൽ ഓഫ് ഗെയിംസ് അവർ വിൻ ചെയ്യുന്നുണ്ട്. ആരുടെ കഴിവില്ല എന്നല്ല, അല്ലെങ്കിൽ ഇങ്ങനെ നേടുമല്ലോ. ഇപ്പൊ അവർ നല്ല രീതിയിൽ അടിച്ചു നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ ടൈറ്റിൽ റേസിൽ ഇപ്പൊ കഴിഞ്ഞ 2-3 വർഷമായിട്ടുണ്ട്. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും നേടൂല. പക്ഷെ അവർക്ക് കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എവിടെയാണ് നിങ്ങൾ പാളിപ്പോകുന്നത്? അറ്റ് ദി എൻഡ് ലെഫ്റ്റ് 5 ക്രോസിംഗ് ലൈനിൽ പലപ്പോഴും വലിയ മിസ്റ്റേക്സ്. ബോട്ടിലിംഗ് എന്ന് നമ്മൾ പറയാം. ബോട്ടിലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, ഇഷ്ടമുള്ള പേര് വിളിക്കാം. ഈ വർഷം ഒരു ട്രോഫി അടിച്ചാൽ മാറും. ഫസ്റ്റ് ട്രോഫി അടിച്ചാൽ മാറും. ഫസ്റ്റ് ട്രോഫി അടിക്കണം. ഈ വർഷം അതാണ് ഏറ്റവും കൂടുതൽ FA കപ്പ് അടിച്ച ആദ്യം പുള്ളി വന്ന സീസണിൽ പുള്ളി ഉനായ് എമറിയുടെ ടീം വെച്ചിട്ട്. അല്ല, ഞാൻ വെച്ചത് ഇത്തവണ ആർസണൽ പ്രീമിയർ ലീഗ് അടിച്ചില്ല, ഓഫ്കോഴ്സ് ചാമ്പ്യൻസ് ലീഗ് അടിച്ചില്ല. അർട്ടേറ്റനെ വീണ്ടും കീപ്പ് ചെയ്യും. എന്റെ അഭിപ്രായത്തില് കീപ്പ് ചെയ്യണമെന്നാണ്. ഈ പുതിയ മാനേജറിനെ കൊണ്ട് അപ്പോയിന്റ് ചെയ്ത് കളിപ്പിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഇത് പലപ്പോഴും ഈ യുണൈറ്റഡ് ഇങ്ങനെ ചെയ്യും, റയൽ മാഡ്രിഡ് ഇങ്ങനെ ചെയ്യും, അതുകൊണ്ട് നമുക്കും ചെയ്യാം എന്നുള്ള ഇതിനകത്തേക്ക് പോകരുതെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ ചെൽസിയുടെ അവസ്ഥയിലേക്ക് പോകും ചിലപ്പോൾ. അല്ലെങ്കിൽ
7 വർഷത്തില് ഒരു ഇല്ല ഞാൻ കുറ്റം പറയുകയാണെങ്കിൽ ഒരിക്കലും ട്രൈ ചെയ്യില്ല എന്നൊക്കെ ആണെങ്കിൽ ഞാൻ ആർട്ടേറ്റ സാക്ക് ചെയ്യുന്നത്. ഇപ്പൊ കൺസിസ്റ്റന്റ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ടീമിനകത്ത്. എല്ലാ സീസണും അവർ ട്രൈ ചെയ്യുന്നുണ്ട്. ട്രസ്റ്റ് ദ പ്രോസസ്. പ്രോസസ്സ് വേണം. പ്രോസസ്സ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ചെൽസിയുടെ അവസ്ഥയാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ചെൽസി ഇങ്ങനെ പോണതിന്റെ അവസ്ഥ അവർക്ക് പ്രോസസ് ഇല്ല. ഇപ്പൊ ആസ്നലിന്റെ ഇപ്പൊ കൂടുതൽ ഇപ്പൊ പറയാനാണെങ്കിൽ അവരുടെ ഇപ്പൊ ഈ ഗ്ലേസേഴ്സ് അതുപോലെ ഞാൻ പറഞ്ഞത് ഇപ്പം ആർട്ടേറ്റ സാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരെ കൊണ്ടുവരും എന്നുള്ള വലിയ ചോദ്യമാണ്. ഇത് വെറുതെ നമുക്ക് റാൻഡംലി ഒരാളെ പിടിച്ച് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഓരോ സീസണും നമ്മൾ ചാമ്പ്യൻസ് ലീഗിൽ ഇമ്പ്രൂവ് ചെയ്ത് പോകുന്നതാണെങ്കിലും ലീഗിനകത്ത് ഇപ്പോൾ ഞാൻ പറയാണ് ഇപ്പോൾ ഒരു സീസൺ ഒരു ട്രൈ ചെയ്യുന്നില്ല ലീഗ് അടിക്കാൻ എന്നൊക്കെയാണെങ്കിൽ മേ ബി സാക്ക്. പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആർസനൽ ഒരിക്കലും പോയിട്ടില്ല. എപ്പോഴും ദേ ആർ ജെനുവിൻലി ട്രൈയിങ്. ഒരിക്കലും ഒരു പ്ലെയറിന്റെ സൈഡിൽ നിന്ന് മാനേജർ സൈഡോ ദേ ആർ നോട്ട് ട്രൈയിങ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഈ സ്ക്വാഡും ഒരു പോയിന്റ് എത്തുമ്പോ അവർക്കും ഒരു തോറ്റ് അങ്ങനെ ഒരു നെഗറ്റീവ് മെന്റാലിറ്റി ആർട്ടേറ്റ സാക്ക് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും കാരിക്ക് നെക്സ്റ്റ് സീസൺ ഉണ്ടാവും. അത് വലിയൊരു ചോദ്യമാണ്. ഈ യുണൈറ്റഡ് ഫാൻസ് അതിനെ ആർക്കും അറിയില്ല. കാരണം ഒരു സെറ്റ് അതാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിലോസഫി ഉണ്ടോ നമ്മുടെ ബസ് ബി പോലെ ജസ്റ്റ് ഗോ ആൻഡ് പ്ലേ ആണോ? ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നത്. കാരണം പുള്ളിക്കാരൻ മിഡിൽസ്ബ്രോയിലുണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ മാനേജർ ആയിരുന്ന സമയത്ത് അവിടെ മിഡിൽസ്ബ്രോ ഫാൻസ് പറഞ്ഞുകൊണ്ടിരുന്നാലും പുള്ളിക്ക് ഒരു പ്ലാൻ ബി ഇല്ല എന്നുള്ള കാര്യമാണ്. പ്ലാൻ എ ഉണ്ട്, പക്ഷെ ഒരു പ്ലാൻ ബി ഇല്ല എന്നുള്ള കാര്യം. അത് സോക്ഷറിലാണ് ഏകദേശം തോറ്റുപോയതല്ലേ യുണൈറ്റഡ്. പ്ലാൻ ബി ഇല്ല. അങ്ങനത്തെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നൊരു സംശയമുണ്ട്. പക്ഷെ ഇപ്പോ നിലവിലത്തെ അവസ്ഥയിൽ ആരെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും? ഇപ്പൊ ലൂയിസ് എൻട്രിക്ക് പുള്ളിക്കാരൻ PSG വിടില്ല എന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഒരാളെ ടാർഗറ്റ് ചെയ്യാൻ ലെവലിലേക്കാണല്ലോ പോകാൻ പറ്റുള്ളൂ. അല്ല ക്യാരിക്കിനെ സാക്ക് ചെയ്യും എനിക്ക് തോന്നുന്നത്. സം പോയിന്റ് ക്യാരിക്ക് സാക്ക് ചെയ്യുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പുള്ളി എനിക്ക് കൊടുക്കുന്നതാണ് ഇപ്പൊ നിലവിൽ വരുന്ന പല വാർത്തകൾ അങ്ങനെയാണ്. വേൾഡ് കപ്പ് കഴിയുമ്പോൾ കുറെ മനസ്സിലാവും. വേൾഡ് കപ്പിൽ കുറെ വലിയ മാനേജേഴ്സ് കഴിയുമ്പോൾ ഫ്രീ ആവാൻ ചാൻസ് ഉണ്ട്. ട്രൈ ചെയ്യുന്നുണ്ട്. നാഷണൽ ടീമിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. നാഷണൽ ടീം ക്ലബ് ഫുട്ബോൾ എൻറ്റയർലി ഡിഫറെന്റ് ബോൾ. അടിക്കുവാൻ എനിക്ക് തോന്നിയേക്കണം എന്താ വെച്ചാൽ പുള്ളിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പുള്ളി ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു എന്നൊരു ചിന്ത എനിക്ക്. പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ തന്നെ പ്ലാൻ ബി ഇല്ല. പുള്ളിക്കാരൻ ഒരു 3-4 ഉള്ളൂ. അത് ഇപ്പൊ നമ്മുടെ കളി കാണുന്നവർക്കാണെങ്കിലും നമുക്ക് തോന്നും ഈ സംഭവം ഒന്ന് മാറ്റി ചെറുതായിട്ടൊരു 4-3-3 അല്ലെങ്കിൽ 4-4-2 അങ്ങനെ വല്ല കളിപ്പിച്ച് ചിലപ്പോൾ റിസൾട്ട് മാറുമല്ലോ എന്ന് നമുക്കൊരു മനസ്സിൽ തോന്നൂലേ. പുള്ളി പറയും അതൊരു രക്ഷയില്ല, എനിക്ക് എൻ്റെ ഒരു ഐഡിയാസ് ഉണ്ട്, അതല്ലാതെ മുന്നോട്ട് ചെയ്യാൻ പോലെ ഞാൻ ക്ലബ് വിട്ട് പൊക്കോളാം, എനിക്ക് കോമ്പൻസേഷൻ ഒന്നും വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആളാ. പക്ഷെ അവര് പറഞ്ഞ പോലെ നമ്മളൊരു പ്രോസസ്സിന് കഴിഞ്ഞ സീസണിൽ വന്ന ഈ കൊല്ലം വന്ന പ്ലേയേഴ്സ് എത്ര പേര് ഗ്രേവിയാർഡിലേക്ക് പോയിട്ടുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്, ഈ റിക്രൂട്ട്മെന്റ് നമ്മുടെ കറക്റ്റ് അല്ലായിരുന്നു. റിക്രൂട്ട്മെന്റ് പലതും കറക്റ്റ് അല്ലായിരുന്നു. ഇപ്പൊ നിങ്ങളിപ്പോ ഞങ്ങളുടെ ഒരു കാൽവിൻ ഫിലിപ്സിന്റെ കാര്യം പറഞ്ഞു, ജാക്ക് ഗ്രീലിഷിന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് എടുക്കാനാണെന്നുണ്ടെങ്കിൽ കൗണ്ട്ലെസ് പ്ലേയേഴ്സ് ആണ്. എത്ര പ്ലേയേഴ്സിനെ നിങ്ങൾ ബ്രൂണോ ഫെർണാണ്ടസ് അല്ലാതെ കസിമിറോ ഇപ്പൊ നെക്സ്റ്റ് സീസൺ പോവാണ്. നിങ്ങൾ ഒരു കൺസിസ്റ്റന്റ് പ്ലെയർ പറഞ്ഞാൽ സെസ്കോയോ അല്ലാതെ ഒരു കൺസിസ്റ്റന്റ് പ്ലെയർ നിങ്ങൾ യുണൈറ്റഡിൽ ആര് പറയും? പുണ്യ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഈ സീസണിൽ. സെൻ ലാമൻസ് ഈ സീസണിലെ വളരെ മികച്ചൊരു ഗോൾ കീപ്പറാണ്. കാരണം ഇത് ഇങ്ങനത്തെ സൈനിങ്സ് നേരെ നടത്തുന്നുണ്ടായില്ല. ഇപ്പൊ ഈ ഫ്രെഡിനെ സൈൻ ചെയ്ത സമയത്താണല്ലോ അത് നമുക്കൊന്നും താല്പര്യം ഉണ്ടായിട്ടില്ല. അതുപോലെ മെയ്സൺ മൗണ്ട് സൈൻ എന്തിന് ആ ഒരു രീതിയിൽ നമ്മൾ ആലോചിച്ചോണ്ടിരുന്നത്. അപ്പൊ മെയ്സൺ മൗണ്ട് അതുപോലെ തന്നെ ചെയ്തിട്ടുള്ളൂ. ആ ഒരു എന്താ പറയാ, ഒരു ഹിറ്റ് ആയില്ല പുള്ളിക്കാരൻ. ഇതുവരെ ഒരു ഫ്ലോപ്പ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു കാറ്റഗറിയിലാണ്. ക്രിസ്ത്യാനോ ഒരു ഫ്ലോപ്പ് ആയിരുന്നു. ക്രിസ്ത്യാനോ പുള്ളിക്കാരൻ ആവശ്യത്തിന് ഗോൾ അടിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ പുള്ളി ചെയ്യേണ്ട പണി പുള്ളി ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി സിറ്റി നോക്കിക്കൊണ്ടിരുന്നതാണ്. എനിക്ക് ഈ ചോദ്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം. ബാക്ക്ഗ്രൗണ്ട് ഇത്രേ ഉള്ളൂ. ഐ ഫീൽ ലൈക്ക് ഈ അവര് 21-22 ആണ് ക്രിസ്ത്യാനോ തിരിച്ചു വരുന്നത് സെക്കൻഡ് ടൈം. അപ്പോ അതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ ടൈറ്റിൽ കണ്ടന്റേഴ്സ് ആയിരുന്നു എന്ന് പറയില്ല, പക്ഷെ ഐ തിങ്ക് മൊറീനിയോന്റെ സെക്കൻഡ് പ്ലേസ് ഫിനിഷിന് ശേഷം ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമായി വരുന്ന ഒരു ടൈം ക്രിസ്ത്യാനോ വന്നിട്ട് അത് ആ ഒരു പ്രോസസ്സിന് അങ്ങനെ തന്നെ ഡിസ്റപ്റ്റ് ചെയ്ത പോലെ എനിക്ക് ചെയ്യുന്ന പറയാൻ പറ്റില്ല. അത് ആ സമയത്ത് ഭയങ്കര
അല്ല ഈസ് എ പ്രൂവൻ അടിപൊളി ഹോം കമ്മിങ് ആയിരുന്നു. അതെ. പക്ഷെ ഞാൻ പറഞ്ഞത് ആ മറ്റേ സംഭവം സൂപ്പർ അല്ലേ മറ്റേ comment ഇപ്പൊ ഈ ആർസണലിന്റെ സീസൺ നെറ്റ്ഫ്ലിക്സ് കൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് യുണൈറ്റഡ് സീസൺ ചിലപ്പോ നെറ്റ്ഫ്ലിക്സ് പോലെ ഫീൽ ചെയ്യുന്നത് സിനിമ കാണുന്ന ഒരു ഇതാണ്. ഭയങ്കര നൊസ്റ്റാൾജിയയിലേക്കൊക്കെ പോകും. പിന്നെ അത് കഴിഞ്ഞ് 2 കളി നോക്കും. അപ്പൊ പിന്നെ പറയുമ്പോ ഇപ്പൊ കുറെ ചീത്തയൊക്കെ പറയും. പിന്നെ 2 കളി കഴിക്കും വി ആർ ബാക്ക്. അതാണ് ഈ പറഞ്ഞ പോലെ മീഡിയ പ്രഷറാണ് പലപ്പോഴും. ഈ റൊണാൾഡോ വന്ന സമയത്ത് ഈ ജെയ്മി കാരിയറും നെവിലും കൂടി വലിയ അനാലിസിസ് എടുത്താണ് ഏറ്റവും കൂടുതൽ പ്രീമിയർ ലീഗിൽ പ്രസ് ചെയ്യാത്ത താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പൊ അങ്ങനെ ഒരു നരേറ്റീവ് പ്രസിഡന്റ് ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാലൻഡൊന്നും അങ്ങനെ ഇത് ബോൾ പ്രസ് ചെയ്യുക. എല്ലാ പ്ലേസും എങ്ങനെയാണെങ്കിൽ ഇപ്പൊ എംബാപ്പെ പ്രസ് ചെയ്യാറില്ല, വിനീഷ്യസ് പ്രസ് ചെയ്യാറില്ല. പക്ഷെ ആ സമയത്ത് ഒരു നരേറ്റീവ് ഉണ്ടാക്കാലോ. ഇപ്പൊ ആ സമയത്ത് ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞത് ക്രിസ്ത്യാനോ ഒരു പ്രശ്നമാണ്. ഇവര് മെയിൻ സ്ട്രീം മീഡിയ പറയുന്നത് He was the top scorer that season. അതെ അതെ അതെ. അപ്പൊ ആ സംഭവത്തിലേക്ക് നമ്മളാണ് ആ ട്രാപ്പിലേക്ക് വീഴും. കാരണം മെയിൻ സ്ട്രീം മീഡിയയുടെ നരേറ്റീവ് നമ്മളെല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ പറയുന്നത് റൊണാൾഡോ ആണ് പ്രശ്നക്കാരൻ. അപ്പൊ അങ്ങനെ ഒരു രീതിയിലുള്ള നരേറ്റീവ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ റൈവൽ ഫാൻസ് ഇങ്ങനെയൊക്കെ അങ്ങനെ പല രീതിയിലുള്ള ഇന്റേണൽ ഇഷ്യൂസ് വന്നു. സൈനിങ് ഫെയിലിയർ ആയിരുന്നു ചോദിക്കുന്നത്. സെക്കൻഡ് അല്ല അല്ല അല്ല, ഒരിക്കലും അങ്ങനെ പറയില്ല. ക്രിസ്ത്യാനോ കാരണം പുള്ളി നമ്മൾ ചാമ്പ്യൻസ് ലീഗിലൊക്കെ പുള്ളി കാരണം നമ്മൾ മുന്നേറിയിട്ടുണ്ട്. പ്രീവിയസ് സീസണിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന മൊമെന്റം ആ സീസണിൽ കുറച്ച് സൈനിങ്സ് കാരണം നഷ്ടപ്പെട്ട പോലെ എനിക്ക് പേഴ്സണലി തോന്നി. ക്രിസ്ത്യാനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ചോദിക്കുക, സിറ്റിയുടെ ഒരു ബെസ്റ്റ് പ്ലേയിങ് 11 ഫ്രം 2000 എടുത്തിട്ട് നിങ്ങൾ പ്ലേയിങ് 11 എന്തായിരിക്കും? മോസ്റ്റ്ലി പോസ്റ്റ് 2010 ഉള്ള പ്ലേയേഴ്സ് ആയിരിക്കും അതിനെ തന്നെ കളഞ്ഞു. കുഴപ്പമില്ല. അല്ല മോസ്റ്റ്ലി ആയിരിക്കും. എനിക്കിപ്പോ അത് പറയുന്നോണ്ട് ഇതൊന്നുമില്ല. ഇപ്പൊ 2008 ശേഷമാണ് ഈ ക്ലബിനെ പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഈ ക്ലബ്ബ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള കാരണം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് തന്നെയാണ്. ഞാനിപ്പോ അതിനൊന്നും ഡിനൈ ചെയ്യണമൊന്നുമില്ല. ഒരു ടീം എടുക്കാം. ഒരു ടീം ഇടാനാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് പുട്ട് എഗ്വേറോ ഫസ്റ്റ് സ്ട്രൈക്കർ ആയിട്ട്. ഹാലൻഡ് ഇസ് ദർ ഒബ്വിയസ്ലി. പക്ഷെ എനിക്ക് പേഴ്സണൽ പ്രിഫറൻസ് എഗ്വേറോ ആണ്. ലെഫ്റ്റ് വിങ് വുഡ് ബി വെരി ഡിഫിക്കൽട്ട് ബിക്കോസ് സാന ഉണ്ട്. പക്ഷെ സാനയ്ക്ക് അത്രയും ലോഞ്ചിവിറ്റി ഉണ്ടായില്ല. ഹി ലെഫ്റ്റ് ഇൻ 2019. I'm glad you put Sana. പിന്നെ ഡി ബ്രൂയ്നെ ഫോർ ഷുവർ. KDB ഫോർ ഷുവർ. Left wing ആരാണ് ഇപ്പൊ? ലെഫ്റ്റ് വിങ് സ്റ്റേർലിങ്ങിനെക്കാളും സ്റ്റേർലിംഗ് കുറെയൊക്കെ സാനയായിരിക്കും സാന ബെസ്റ്റ് ഫിറ്റ്. റൈറ്റ് വിങ് ഞാൻ മാറസ് ഒരു 4-3-3 ആണ് പോകുന്നത്. 4-3-3 ആയിരിക്കും. പിന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഞാൻ ഒരു മിഡ്ഫീൽഡർ ഡേവിഡ് സിൽവ ആയിരിക്കും. ഡെഫിനറ്റ്ലി ഹി വാസ് വെരി ഗുഡ്. പിന്നെ ഡിഫൻസീവ് റോഡ്രിൻ യായ ടൂറെ വാസ് വെരി ഗുഡ് ക്വാളിറ്റി. അപ്പോ പുള്ളി ആയതുകൊണ്ട് ഒരുപാട് ഗെയിംസ് പുള്ളി ബിഗ് ഗെയിംസ് ആണ് ചെയ്തിട്ടുണ്ട്. അപ്പോ യായ ടൂറെ / റോഡ്രി ആയിരിക്കും സെന്റർ മിഡ്ഫീൽഡ്. ഡിഫൻസില് കമ്പനി ഒരു ഐ എം നോട്ട് സെയിങ് പുള്ളി ഇപ്പത്തെ കറന്റ് ഡിഫൻഡേഴ്സിനെ പോലെ ഭയങ്കര കൺസിസ്റ്റന്റ് ആയിരുന്നു, അല്ലെങ്കിൽ പുള്ളി ഇഞ്ചുറി പ്രൂൺ ആയിരുന്നു. ബട്ട് ഹി ഷോഡ് അപ്പ് ലൈക്ക് ഒരു പിന്നെ ക്യാപ്റ്റൻ മെറ്റീരിയലായിരുന്നു. അത്യാവശ്യം നല്ലൊരു ലീഡർ ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. റൂബൻ ഡിയാസ് ഞാൻ പറയില്ല ബിക്കോസ് ഹീസ് ബീൻ ഇൻഫ്ലുവൻഷ്യൽ. സ്റ്റോൺസ് ഇത് പറഞ്ഞ കൺസിസ്റ്റന്റ് അല്ല, പക്ഷെ വെൻ ഹി പ്ലേസ് ലൈക്ക് ഹി പ്ലേസ് റിയലി ഗുഡ് ഫുട്ബോൾ. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പുള്ളിനെ ഭയങ്കരമായിട്ട് റിലേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളിനെ 2016 സൈൻ ചെയ്തത്. അതിന്റെ ഇടയിൽ പുള്ളി കുറെ ഗെയിംസ് മിസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റോൺസ് ക്ലോസ് വൺ വുഡ് ബി ഡിയാസിനൊരു. ഓട്ടോമെന്റി വാസ് ഗുഡ് ബട്ട് നോവർ ഗുഡ് ഇനഫ് ഫോർ ലൈക്ക് ഇപ്പൊ ഞങ്ങളുടെ ട്രബിൾ വിന്നിംഗ് ക്യാമ്പയിനിലൊക്കെ ഐ ഡോണ്ട് തിങ്ക് ഓട്ടോമെന്റി വുഡ് ഹാവ് ഫെയർഡ് വെരി വെൽ. റൈറ്റ് ബാക്ക് വോക്കർ അൺഡൗട്ടഡ്ലി. ഐ തിങ്ക് പുള്ളിയുടെ ലാസ്റ്റ് സീസൺ ആണ് പുള്ളിയുടെ ലെഗസിക്ക് ഒരു ഇത്തിരി ഒരു ബ്ലാക്ക് മാർക്ക് വീണത്. അതുവരെ ഐ തിങ്ക് ഫാസ്റ്റ് ആയിരുന്നു. മാത്രമല്ല ആ ട്രബിൾ വിന്നിംഗ് ക്യാമ്പയിനിലും അതിന് മുമ്പത്തെ സീസണിലും വിനീഷ്യസിനെ പുള്ളി ഇല്ലെങ്കിൽ ആരും ഇല്ല. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് 21-22 സെമിഫൈനലിലെ സെക്കൻഡ് ലെഗില് ഇയാളെ സബ് ഇറക്കിയപ്പോഴാണ് വിനീഷ്യസ് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് കളിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനൊക്കെ കളിയൊക്കെ കണ്ടിരുന്നിട്ട് ഒന്നും ചെയ്തില്ല. നമ്പായിരുന്നു ഞാനിങ്ങനെ TV ഓഫ് ചെയ്തപ്പോ. അപ്പൊ അത്രയും. അപ്പൊ വോക്കർ ഇസ് ദേർ. ലെഫ്റ്റ് ബാക്ക് ഒരു ക്യൂരിയസ് ക്വസ്റ്റ്യൻ ആണ്. ലെഫ്റ്റ് ബാക്കിന്റെ കാര്യം പറയാനാണ് ക്യാൻസലോ ലെഫ്റ്റ് ബാക്ക് ആയിരുന്നു. ലെഫ്റ്റ് ബാക്ക് എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര രീതിയിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് ഒരാൾ ഉണ്ടായിട്ടുണ്ടെന്ന് പേഴ്സണലി നോ. സിൻചെങ്കോ നോ. ഇല്ല സിൻചെങ്കോ ഇപ്പൊ ഗോർഡിയോളിനും ആ സെന്റർ ബാക്ക് പൊസിഷനിൽ വരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഐ വോണ്ട് സേ ഇപ്പൊ പുള്ളി ആയിട്ടുണ്ടെന്ന്. ഒരു ബോസ്നിയൻ പ്ലെയർ ഉണ്ടായില്ലേ, എഡിൻ ജെക്കോ ലെഫ്റ്റ് ബാക്ക് കളിക്കുന്നത്. ബോസ്നിയൻ ആണോ ഏതൊരു ആ ഒരു ഏരിയയിലുള്ള ഒരാളാണ്.
ഗോൾ കീപ്പർ ഞാൻ ഹെഡേഴ്സ് എഡർസൺ. പിന്നെ എനിക്ക് പേഴ്സണലി ജോ ഹാർട്ടിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ അവിടെ പൊട്ടിൻ അപ്പൊ ഈ 4-3 ഒന്നുകൂടെ പറയാം. അഗ്വേറോ, സാനെ, മാരസ്, ഡേവിഡ് സിൽവ, KDB, റോഡ്രി സ്ലാഷ് യായ ടൂറെ, കമ്പനി, ഡിയസ്, വാക്കർ and Ake maybe, and center back means goalkeeper would be Edison. Same question. Post 2000 best Arsenal 11. ബെസ്റ്റ് ആർസണൽ 11 എടുക്കുമ്പോൾ ഗോൾ കീപ്പർ ഞാൻ എന്തായാലും ലേമനിലേക്ക് പോകും. ഫോർ ഡിഫൻസ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ആഷ്ലി കോൾ, സലീബ എന്തായാലും ഞാൻ ഒരു സെൻറ്റർ ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരു സെൻറ്റർ ബാക്ക് കോളോ ടൂറെ ഓർ മേ ബി സോൾ ക്യാമ്പൽ സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ് ബാക്ക് ആയിട്ട് ലോറനെ കളിപ്പിക്കാം. മിഡ്ഫീൽഡിനകത്തേക്ക് ഞാൻ പ്രസൻറ്റ് ടീമിൽ നിന്ന് ഞാൻ റൈസിന് എടുക്കും. ആൻഡ് വിയറ വാസ് ലെജൻഡറി പ്ലെയർ, അപ്പോൾ എന്തായാലും വിയർ ഉണ്ടാവും. ദെൻ അതിൻ്റെ ഫ്രണ്ടിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ഒസിൽ, ലെഫ്റ്റ് സൈഡിൽ ദെൻ ആർസണൽ ലെജൻഡ് ഹെൻറി, സ്ട്രൈക്കറായിട്ട് എൻ്റെ ഫേവറേറ്റ് സ്ട്രൈക്കറുള്ള ഒരാളായിരുന്നു വാൻ പെർസി, അതുകൊണ്ട് വാൻ പെർസി. പിന്നെ റൈറ്റ് വിങ്ങിൽ വൺ ഓഫ് ദി ബെസ്റ്റ് വിങ്ങേഴ്സ് ഫോർ ആർസണൽ വാസ് ഓൾവേസ് അലക്സിസ് സാഞ്ചസ്. So present Saka won't be there in your team. പ്രസന്റ് സാക്ക ഐ വുഡന്റ് സേ ഈസ് ആ ഒരു ഇതിനകത്തേക്ക് എത്തിയിട്ടില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യണം. ഹി ഷുഡ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആണ് ഈ സീസൺ. ഇത് എപ്പോഴും ട്വിറ്ററിൽ എപ്പോഴും ഒരു ആർഗ്യുമെന്റ് ഉണ്ടാവാറില്ല, ആരും വിട്ടുകൊടുക്കാറില്ല, ചെൽസി ഫാൻസ് ആയിക്കോട്ടെ. ഇപ്പൊ ഫോഡൻ, സാക്ക, പാമർ ഡിബേറ്റില് ദാറ്റ് ഈസ് ഈസി, ദാറ്റ് ഈസ് സാക്ക. ഫോഡൻ സാക്ക. ഞാൻ ആക്ച്വലി നോട്ട് കറന്റ് ഫോഡൻ. ഐ വുഡൻ സേ കറന്റ് ഫോഡനും അല്ല കറന്റ് സാക്കയല്ല. ഐ തിങ്ക് രണ്ടുപേർക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സീലിംഗ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. I like the old Foden. അത് പറയുന്നത് ഫോഡൻ ഒരുപാട് പ്രായമൊന്നുമില്ല. ആ പോസ്റ്റ് യൂറോ പുള്ളിക്ക് കുറച്ച്, പക്ഷെ അതിനു മുമ്പ് ഐ തിങ്ക് പുള്ളി ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിരുന്നു എനിക്ക്. പുള്ളി ഒരു നെക്സ്റ്റ് റയൽ മാഡ്രിഡ് മാത്രമല്ല, പുള്ളി എല്ലാ ടോപ്പ് ഗെയിംസിലും ഷോ അപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇൻസൈഡ് കട്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ ആയിട്ട് എനിക്ക് തോന്നുന്നു. അല്ല, അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഫോഡനൊക്കെ ഒരു വൺ ഡയമെൻഷണൽ പ്ലെയറാണ്. സാക്കയുടെ ഏറ്റവും വൺ ഡയമെൻഷണൽ പ്ലെയർ. സാക്ക ലെഫ്റ്റ് ബാക്ക് ആയിരുന്നു. സാക്ക കുഡ് പ്ലേ ഇൻ മിഡ്ഫീൽഡ്, സാക്ക കുഡ് പ്ലേ ഇൻ ലെഫ്റ്റ് വിങ്, സാക്ക കുഡ് പ്ലേ ഇൻ റൈറ്റ് വിങ്. സാക്ക ഇനി ഒഡഗാർഡിന്റെ പൊസിഷനിൽ അടുത്ത സീസൺ കളിക്കും. Foden could play left wing, Phil Foden could play midfield. ഇല്ല, പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ, ഹി വുഡ് And he would chase the ball too. ഞാൻ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോഡന് കളിക്കേണ്ട ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് അറ്റ്മോസ്ഫിയറിനകത്ത് ഫോഡൻ കളിക്കും. അത് പെപ് ഗാർഡിയോള ഉണ്ടാക്കി കൊടുക്കും. അല്ലാത്ത കളിയിൽ ഫോഡൻ പെർഫോം ചെയ്യില്ല. മെയിൻ റീസൺ പുള്ളിക്കാരൻ ഇംഗ്ലണ്ടിൽ കയറാത്ത. ഇംഗ്ലണ്ട് ഫസ്റ്റ് ലെവലിൽ ഫോഡൻ ഇസ് നെവർ ദയർ. സാക്ക കളിക്കണതിന്റെ റീസൺ അതാ. സാക്ക ഒരിക്കലും ആ ഇംഗ്ലണ്ട് ടീമിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റില്ല. ഫോഡൻ ഈസിലി എടുത്ത് കളയാൻ പറ്റും. ഫോഡൻ ഇല്ലെങ്കിൽ ആ ടീം അടിപൊളിയായിട്ട് ഫംഗ്ഷൻ ഇവിടെ എനിക്കൊരു ഇതാണ്. അലക്സാണ്ടർ വരും. ഈ പലപ്പോഴും മാൻ സിറ്റി പ്ലേയേഴ്സ് അവര് നാഷണൽ ടീമിലേക്ക് വന്ന് കഴിയുമ്പോൾ അവർ റൂബൻ ഡിയാസ് ആണെങ്കിലും അല്ലെങ്കിൽ അവിടെ ആ ഒരു സംഭവമാണ് അവിടെ പൊതുവെ. റോഡ്രിയും അത്യാവശ്യം സ്പെയിനിൽ കളിക്കും. പുള്ളി ഒരിക്കലും നമ്മുടെ ഈ ഹാലൻഡ് മാൻ സിറ്റി സൈൻ ചെയ്യുന്ന സമയത്ത് പുള്ളി ഒരിക്കലും പെപ് ഗാർഡിയോള പ്ലെയർ അല്ല എന്നുള്ള രീതിയിലാണ് ആ സമയത്ത് ചർച്ച വന്നത്. ഈ ആർസണലിലെ പുള്ളി എന്ന് പറയുന്നത് തോന്നുമ്പോ എപ്പോഴും മനസ്സിൽ വരുന്ന ഒരു പ്ലെയർ ഹാലൻഡ് പുള്ളിയാത്ത ഒരു ഡിഫൻഡർ. ഹാലൻഡിന്റെ ഫിസിക് തന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പൊ പ്രീമിയർ ലീഗിൽ എനിക്ക് ഓർമ്മയുണ്ട് ക്രിസ്റ്റൽ പാലസ് ഏതൊക്കെ കഴിയുമ്പോൾ പുള്ളി ഷോൾഡർ പുഷ് ചെയ്തിട്ട് പുള്ളി നേരെ പോയി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഇത്ര വലിയ ഫിസിക് ഉണ്ടായിട്ട് ഇത്ര സ്പീഡ് ഒരു ഭയങ്കര ഫാക്ടറാണ്. അത് ഭയങ്കര റെയർ സ്പെസിമൻ ആണ്. പുള്ളി ഏത് ടീമിൽ കൊണ്ടിട്ടാലും പുള്ളി ക്രിസ്റ്റൽ പാലസിലിട്ടാലും പുള്ളി ഗോളടി. സലീബല്ല ഗാബ്രിയലായിട്ടാ. അപ്പൊ ഡൈവ് ചെയ്തില്ല. So for United, yes bro, what will be your best 11 post 2000? 2008 ടീമാണ് ഞാൻ കണ്ടതിൽ എന്റെ ഏറ്റവും ബെസ്റ്റ് 11. അപ്പൊ അതിനകത്തേക്ക് ഈ പറഞ്ഞ പോലെ റോയ്ക്കിന് ആഡ് ചെയ്യാം. ബ്രൂണോ പക്ഷെ ബ്രൂണോ ലീഗ് അടിച്ചിട്ടില്ല. എനിക്ക് ഞാൻ പറയണേ ഞാനൊരു പ്ലേയേഴ്സിന് നോക്കി കഴിയുമ്പോൾ അവര് ഇഫ് ദേ വിൻ ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ബാക്കിയുള്ളവർ എല്ലാവരെക്കാളും മുകളിലാണ്. ഇപ്പൊ നമ്മുടെ ഹാരി കെയിന്റെ ആരും പുള്ളി ഇഷ്ടംപോലെ ഗോൾ അടിച്ചിട്ടുണ്ട്. പോസ്റ്റ് 2000 ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ്. സോ എനിക്ക് ലാസ്റ്റ് വേണ്ട പ്രൊഡിക്ഷൻസ് ആണ്. പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ് ഈ സീസൺ. ലൈക്ക് പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗിൽ നമുക്ക് സെമി ഫൈനൽസ്, ഫൈനൽസ് രണ്ട് പ്രൊഡിക്ഷൻ ആണ്. പ്രൊഡിക്ഷൻ ആണെങ്കിൽ 100% മാൻ സിറ്റി, there is no doubt. അതിലൊരു കഴിഞ്ഞ 20 ഗെയിംസ് ലീഗിൽ ഞങ്ങൾ അൺബീറ്റൻ ആണ്.
അല്ല 20 ഡൊമസ്റ്റിക് ഗെയിംസിൽ അൺബീറ്റൻ ആണ്. ഒബ്വിയസ്ലി മാൻ സിറ്റി. ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽസും ഫൈനൽസും. ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലില് ബയൺ PSG ഭയങ്കര ക്ലോസ് ആയിരിക്കും. ബട്ട് ഐ വുഡ് പുട്ട് ബയൺ ഇൻ ദ ഫൈനൽ. ബയൺ വേഴ്സസ് അത്ലറ്റിക്കോ ഫൈനൽ. And who will win the Champions League season? ബയൺ. Same. ലീഗ് എനിക്ക് മാൻ സിറ്റി തന്നെ അടിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. കാരണം പെപ് ഗാർഡിയോള മെന്റാലിറ്റിയും ഈ ടീമിനെ അറിയാം. കാരണം ഇവർ പലപ്പോഴായിട്ട് ലിവർപൂള്, ആഴ്സണൽ ഇങ്ങനെയൊക്കെ പലപ്പോഴും ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാൻ സിറ്റിക്ക് തന്നെയാണ് അപ്പർ ഹാൻഡ് നിലവിലുള്ളത്. ഇനിയിപ്പോൾ അവരെ പോയി കഴിഞ്ഞാൽ മാൻ സിറ്റി ബോട്ടിൽ എന്ന് പറയേണ്ടി വരും തോന്നുന്നു. അങ്ങനെ വരില്ലായിരിക്കും. ബോട്ടിലെന്ന് പറയാൻ പറ്റില്ല. അതേ റിയലി പുട്ട്, കാരണം 10 പോയിന്റ് ഗ്യാപ്പ് ഒക്കെ ഒരു പോയിന്റ്. ഒരു ഓവർ അച്ചീവിംഗ് ആയിട്ടാണ് എനിക്ക് ഈ സീസൺ തോന്നിയത്. ആഴ്സണൽ അത്രയും നല്ലൊരു കഴിഞ്ഞ സീസൺ 2024 ശേഷം ആദ്യമായിട്ട് ടേബിൾ ടോപ്പിൽ പോകുന്നത് ഇപ്പോഴാണ്. ആഫ്റ്റർ 300 സംതിങ് ഡേയ്സിന് ശേഷം ഇത്രയും ഒരു 10 പോയിന്റിന്റെ അടുത്ത് ഗ്യാപ്പ് ഉണ്ടായില്ല ഒരു പോയിന്റിൽ. 12 പോയിന്റ് അത് കവർ ചെയ്തവരവിടെ ചെന്നു. അല്ല 61 ഉം 70 ആയിരുന്നു. അത് കവർ ചെയ്തവരടുത്ത് ചെന്നു എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെ വലിയ കാര്യം. പിന്നെ ഇപ്പൊ ചാമ്പ്യൻസ് ലീഗിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആഴ്സണൽ ഫൈനലിൽ കയറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ലറ്റിക്കോനെ അടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്ലറ്റിക്കോ റീസെന്റ് ബാർസലോണയൊക്കെ ആയിട്ടുള്ള കളിയിൽ അവരങ്ങനെ തോപ്പിക്കാൻ പറ്റാത്തൊരു ടീമായിട്ട് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആഴ്സണൽ ഫൈനലിൽ കയറാൻ സാധ്യതയുണ്ട്. ആൻഡ് ബയൺ ആൻഡ് PSG ആണ് ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള ഗെയിം. അവിടെ എന്ത് സംഭവിക്കാം. ആൻഡ് ബയണിന്റെ ഫോം വെച്ചിട്ട് ബയൺ ഫൈനലിൽ കയറും. ഫൈനലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതാണ് ഈ കേസ്. ഫൈനലില് എനിക്ക് ഏറ്റവും നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ടീമാണ് ട്രോഫി അടിക്കാൻ ഏറ്റവും വലിയ സാധ്യത. അപ്പൊ അതുകൊണ്ട് ആ ബോട്ടിൽ DNA ഉണ്ട്. അവിടെയാണ് ഐ തിങ്ക് ബയണിനൊരു എനിക്കൊരു പ്രതി ഈക്വൽ. എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റും. പ്രൊഡിക്ഷൻ പറയുന്നത് ബയണായിരിക്കും. രണ്ടു ആഴ്സണൽ പ്രീമിയർ ലീഗ് ഞാൻ എനിക്ക് തോന്നുന്നില്ല ഇനി ആഴ്സണൽ ക്യാച്ചപ്പ് ചെയ്യുന്നു. കാരണം ആഴ്സണൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തേക്കണം ഏറ്റവും കൂടുതൽ ചെറിയ ചെറിയ ടീംസിനോടെയാണ്. ഇനി കളിക്കാനുള്ളതും ചെറിയ ചെറിയ ടീംസിനോടെയാണ്. അപ്പം ആഴ്സണൽ ചിലപ്പോൾ ഇനി പോയിന്റ്സ് ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യാം. സിറ്റിക്ക് ഒരു മെന്റാലിറ്റി ഉണ്ട്. ലാസ്റ്റ് കുറെ കളി അടുപ്പിച്ച് ജയിക്കാൻ പറഞ്ഞാൽ അവർ ജയിക്കും. ഇടയിൽ അത്ലറ്റിക്കോയുടെ 2 ഗെയിമുണ്ട്. അപ്പം ഈ പ്രീമിയർ ലീഗ് ഐ വുഡ് സേ സിറ്റി ജയിക്കാനാണ് ചാൻസ്. If you can't back your own team, then what's the point? Like റിയലിസ്റ്റിക് ആവണല്ലോ. I mean, I should be realistic. ഞാൻ വെറുതെ വന്നിരുന്ന ആഴ്സണൽ ജയിക്കും എന്ന് പറഞ്ഞാൽ കേൾക്കാൻ രസമുണ്ട് ആഴ്സണൽ ഫാൻസിന്. പക്ഷെ റിയലിസ്റ്റിക്കലി സ്വന്തം ആൾക്കാർക്ക് ഇല്ല, എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. 12 പോയിന്റ് ഉണ്ടായിരുന്നപ്പോ വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. ഞാനാണെങ്കിൽ മാൻ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് മാച്ച് 99% സിറ്റി ജയിക്കുമെന്ന് 1% ഉള്ളത്. So I was expecting Real to win. But right now you are saying you expect City to win. അതൊരു മെന്റാലിറ്റിയുടെ പ്രശ്നമല്ലേ ഈവൻ ഫോർ ദ ഫാൻസ്. 5 കളിയുടെ ഇല്ലല്ല, ഞാൻ ഒരിക്കലും അൺറിയലിസ്റ്റിക് ആയിട്ട് ഇവിടെ പറയാൻ പറ്റില്ല. അടുത്ത 5 ഗെയിമിൽ എന്തും സംഭവിക്കാം. എന്നെ രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒന്ന് ബേൺലി റെലിഗേറ്റ് ആയി. റെലിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പോസിഷൻ ആയിട്ട് കളിക്കാൻ പറ്റും. നത്തിങ് ടു പ്ലേ ഫോർ. സെക്കൻഡ് തിങ് ഇസ് ഫുൾഹാം ഉണ്ട്, ന്യൂകാസിൽ ഉണ്ട്. ഫുൾഹാമിനെതിരെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാറുണ്ട്. ഫുൾഹാമായിട്ടൊക്കെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാറുള്ളത് അത് ഞാൻ പറഞ്ഞു. ഇപ്പൊ ചെറിയ ഇപ്പൊ വൂൾസ് ആയിട്ട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു ആഴ്സണൽ. എക്സ്പെക്ട് ചെയ്താണോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചാമ്പ്യൻസ് ലീഗ് ഫസ്റ്റ് PSG ബയൺ ഐ വുഡ് സേ PSG കയറിപ്പോകും. PSG ഫൈനലിലെത്തും. ആഴ്സണൽ അത്ലറ്റിക്കോ ആഴ്സണൽ ഫൈനൽ കയറും. ആൻഡ് ആഴ്സണൽ വിൽ വിൻ ദ ചാമ്പ്യൻസ് ലീഗ്. ആസ് എ ന്യൂട്രൽ ഫോർ ദ പ്രീമിയർ ലീഗ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആഴ്സണൽ പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗ് അടിക്കണമെന്നാണ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. താങ്ക് യു.